കുറച്ച് സാധനങ്ങൾ ഞാൻ പെട്ടെന്നൊന്നും പറയാം. നെറ്റ്വർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. 1, 2 കാര്യങ്ങൾ ഉം. ഐപി അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? ഐപി അഡ്രസ് ഉം. സർ ഓരോ ഓക്കെ. ഡിവൈസിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഓക്കെ. എന്താണ് സ്ക്രീൻ കാണാലോ അല്ലേ? പെയിന്റ് കാണാമോ? ഓക്കെ. ഓക്കെ. അതായത് ഓരോ ഡിവൈസ് അല്ലെങ്കിൽ ഓരോ കമ്പ്യൂട്ടറിനെയും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത് ഐ പി അഡ്രസ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നെറ്റ്വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രണ്ട് മെഷീൻ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ രണ്ട് മെഷീനും ഐ പി അഡ്രസ് ഉണ്ടാവണം. ഓക്കെ. ഐ പി അഡ്രസ് ഉണ്ടാവണം. അതുപോലെ തന്നെ പോർട്ട് നമ്പറും ഉണ്ടാവണം. പോർട്ട് നമ്പർ എന്താണ്? പോർട്ട് നമ്പർ ഇൻഫർമേഷൻ ഏത് പോർട്ടിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്? 8081 8082 അങ്ങനെ ഉണ്ടായിരുന്നു. 8082 80808081 ലോക്കൽ ഹോസ്റ്റ് നമ്മൾ കൊടുക്കില്ല. ഏത് പോർട്ടിലൂടെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ലോക്കലി ഏതോ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് നോക്കിയിട്ട് പറയുന്നതാണ് അല്ലേ? ഓക്കെ. 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 നിങ്ങൾക്ക് എത്രത്തോളം ഡെപ്ത് അറിയാമെന്ന് ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അറിയാമെന്നുള്ള രീതിയിൽ ഞാൻ മുമ്പോട്ട് പോട്ടെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതിനനുസരിച്ച്. ഓക്കെ. സോ അപ്പോൾ ഒരു സർവീസ് റൺ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ സെർവർ ക്ലയന്റും ആണെങ്കിൽ സെർവറിൽ ഒരു സർവീസ് റൺ ചെയ്യുന്നുണ്ടാവും. ആ സർവീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പോർട്ട് നമ്പർ യൂസ് ചെയ്യുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ HTTP പോർട്ട് 80 ആണ്. അപ്പൊ അതായത് ആ ഒരു പോർട്ട് നമ്പർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, സർവീസസിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. IP അറിയാമെങ്കിൽ വി ക്യാൻ റീച്ച് അപ് ടു ദ കമ്പ്യൂട്ടർ. പോർട്ട് നമ്പർ അറിയാമെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് കറക്റ്റ് സർവീസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഒരു സിസ്റ്റത്തിൽ അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ തന്നെ മൾട്ടിപ്പിൾ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ സർവീസിനെ ഐഡന്റിഫൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് പോർട്ട് നമ്പേഴ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. അറൗണ്ട് അതായത് 216 ആണ് നമ്പറാണ് നമ്പർ ഓഫ് പോർട്ട് നമ്പേഴ്സ് ഉള്ളത്. അതിൽ 4000 അറൗണ്ട് 4000 വരെ മാൻഡറ്ററി എന്നാണ്, ഫിക്സ്ഡ് ആണ്. ദെൻ അതിനുശേഷമുള്ള കുറച്ച് പോർട്ട് നമ്പേഴ്സ് എന്താണ് നമുക്ക് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. സോ എനിവേ ഒരു IP അഡ്രസ്സും ഒരു പോർട്ട് നമ്പറും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സർവീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി IP അഡ്രസ്സിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. IP അഡ്രസ്സും ഉണ്ട്, സബ്നെറ്റ് മാസ്ക് ഉണ്ട്. അറിയാമോ സബ്നെറ്റ് മാസ്ക്? ആ രീതിയിൽ എഴുതുന്നതാണ്. അതിന് ഡിപ്പെൻസ് അപ്പോൺ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഐ സബ്നെറ്റ് മാസ്ക് നമ്മൾ എന്ത് ചെയ്യുക പറയാം. അപ്പോൾ ഏതൊക്കെ ക്ലാസ് ഉണ്ട്?
IP അഡ്രസ് IPv4 ഏതൊക്കെ ക്ലാസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4 അതാണ് IPv4. അതിനകത്ത് എത്ര ക്ലാസ്സസ് ഉണ്ട്? ക്ലാസ് എ, ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നില്ല. ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി. ഓക്കെ, സോ ഇതിനെ വീണ്ടും ക്ലാസ് ഇ വരെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, എനിവേ, ഇപ്പൊ ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IP അഡ്രസ്സിന് നമ്മൾ അറിയപ്പെടുന്ന IP അഡ്രസ്സിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷനിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ഡോട്ടഡ് ഡെസിമൽ. അതായത് 4 പോർഷൻസ് ഉണ്ടാവും, ടോട്ടലി 4 പോർഷൻസ് ഉണ്ടാവും. ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഡോട്ട് ആയിരിക്കും ഉണ്ടാവുക. ഈ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡെസിമൽ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to 9 വരെയുള്ള നമ്പേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇനി IPv6 എന്ത് ചെയ്യും, അതിനകത്ത് 4 ബിറ്റ് വെച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതിന് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, സോ ടോട്ടലി 128 ബിറ്റ് ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ എന്താണ് IPv4-നകത്താണെങ്കിൽ 32 ബിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ടോട്ടലി ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് 8 ബിറ്റ് വീതം ഉണ്ടാവും. ഓക്കെ, സോ ഒരു 8 ബിറ്റ് വെച്ചിട്ട് നമുക്ക് മാക്സിമം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 255 വരെയാണ്. ഓക്കെ, 0 to 255. അപ്പോൾ ഓരോ പോർഷനിലും 0 to 255 വരെയാണ് ഉണ്ടാവുക. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് പോർഷനിലുള്ള വാല്യൂസിനെ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് ക്ലാസ് എ ഏത് ക്ലാസ്സിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ 0 മുതൽ 127 വരെ ഫസ്റ്റ് ഒക്ടറ്റിൽ, അതായത് ആദ്യത്തെ 8 ബിറ്റിൽ കൊണ്ട് ഡെസിമൽ വാല്യൂസ് നമ്മൾ പറയുകയാണെങ്കിൽ 0 മുതൽ 127 ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് എ എന്ന് പറയും. ഓക്കെ, ദെൻ 128 to 191 വരെ ക്ലാസ് ബി എന്ന് പറയും. ദെൻ 192 മുതൽ 223 വരെ ക്ലാസ് സി എന്ന് പറയും. 224 മുതൽ 239 വരെ ക്ലാസ് ഡി എന്ന് പറയും. ഓക്കെ, ബാക്കി 240 മുതൽ 255 വരെ ക്ലാസ് ഇ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് മെയിൻലി നമ്മൾ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി നെറ്റ്വർക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താ? നെറ്റ്വർക്ക്, ഒരു നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്കെ, ഇതുകൂടെ പറഞ്ഞിട്ട് പോവാം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്, നമുക്ക് സാമ്പിൾ എടുക്കാൻ പോകുന്നത്, ഞാൻ എന്ത് ചെയ്യാം, 10.1.1.0 എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിലുള്ള IP ആയിരിക്കും? ടെൻ ഡോട്ട് 1.1.0 എന്ന് പറയുന്നത് ക്ലാസ് എയിലെ IP ആയിരിക്കും. ഇനി ഈ ഒരു ക്ലാസ് എയിലെ IP പറയുന്ന സമയത്ത് ഓക്കെ, ഞാനിത് സാധാരണ രീതിയിൽ ഇങ്ങനെ എടുക്കാറില്ല. ഓക്കെ, സ്ട്രക്ക് ആവുകയാണോ?
വിസിബിൾ ആണല്ലോ ശ്രീരാഗ്? ഓക്കെ. സോ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇത് ക്ലാസ് എയില് നെറ്റ്വർക്ക് ആണെങ്കിൽ ഞാനതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒരുപാട് സമയം എടുക്കും. അതിന്റെ ഫസ്റ്റ് ഐ പി അഡ്രസ് ഓക്കെ ഞാൻ ഓക്കെ 10.0.0.1 എന്ന് പറയുന്ന ഫസ്റ്റ് ഐ പി അഡ്രസ്സും 10.255.255.255 അതായത് ക്ലാസ് എ എന്ന് പറയുന്നതിനകത്ത് ഫസ്റ്റ് 8 ബിറ്റ് ആണ് നെറ്റ്വർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവോ? ബാക്കി 24 ബിറ്റ് ആണ് എന്താണ് ഡിവൈസസ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഹോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു നെറ്റ്വർക്കിലുള്ള ഫസ്റ്റ് ഐ പി എന്ന് പറയുന്നത് ആ നെറ്റ്വർക്കിനെ റെപ്രസെന്റ് ചെയ്യാനും ലാസ്റ്റ് ഐ പി എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. ബ്രോഡ്കാസ്റ്റിംഗ്. ഓക്കെ. അപ്പൊ ഇതിനിടയിലുള്ള ഐ പി അഡ്രസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു നെറ്റ്വർക്കിനകത്ത് ഓരോ ഹോസ്റ്റിനും നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. സോ അപ്പൊ നമ്മൾ രണ്ട് മെഷീൻസ് അല്ലെങ്കിൽ ഞാനിപ്പോ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. രണ്ട് മെഷീൻസിനെ നമുക്ക് എന്ത് ചെയ്യണം കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്ന ഐ പി അഡ്രസ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഐ പി അഡ്രസ് ആയിരിക്കണം. ഓക്കെ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റൗട്ടർ സെറ്റ് ചെയ്ത് അതുവഴി മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പ്രോഗ്രാം പഠിക്കുന്ന സമയത്ത് നമ്മളൊരു പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഐ പി സെറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഐ പി അഡ്രസ് ആയിരിക്കണം. ഇനി ക്ലാസ് ബിയിലാണെങ്കിൽ 16 ബിറ്റ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും? നെറ്റ്വർക്ക് പാർട്ടിനും 16 ബിറ്റ് ഹോസ്റ്റ് പാർട്ടിനും വേണ്ടിയിട്ട് ഉപയോഗിക്കും. ക്ലാസ് സിയിലാണെങ്കിൽ 24 ബിറ്റ് നെറ്റ്വർക്കിനും 8 ബിറ്റ് എന്താണ് ഹോസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഐ പി അഡ്രസ് സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറയുന്ന എന്താണ് ഒരു നെറ്റ്വർക്കിനകത്ത് വരുന്ന മെഷീൻസിനകത്ത് എക്സാം ഹോളോ ആർക്കെങ്കിലും ഹോളോ അടുത്ത ഇത് എൻ്റെ അകത്ത് ഇതേ ഉള്ളൂ, അതിലില്ലല്ലോ. അല്ല അതിൽ തന്നെ വെച്ചിട്ടുണ്ടെന്നോ? ആ അതിനകത്ത് എൻ്റെ കൂടെ ഇല്ലല്ലോ. ഓക്കെ. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് മെഷീൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഐ പി അഡ്രസ് സെയിം നെറ്റ്വർക്കിലായിരിക്കണം. ഇപ്പോൾ ഈ ലാസ്റ്റ് 24 ബിറ്റ് ആണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അവരെ മാത്രമായിരിക്കും ഹോസ്റ്റിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അത് ഞാൻ ഇനി ഒന്നുകൂടെ പറയാം. ഇനി മറ്റൊരു കാര്യം സബ്നെറ്റ് മാസ്ക് എന്നുള്ളതാണ്. അതിന്റെ ഉപയോഗം ഞാൻ പറയുന്നില്ല. ഇവിടെ ഹോസ്റ്റ് ഐ ഡി പാർട്ടിൽ അല്ല നെറ്റ്വർക്ക് ഐ ഡി പാർട്ടെല്ലാം ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അതിന്റെ യൂസ്ഫുള്ളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. സോ ക്ലാസ് എയിൽ വരുന്ന സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 25.0.0 ആയിരിക്കും. ക്ലാസ് ബിയിൽ വരുന്ന സമയത്ത് അതായത് ക്ലാസ് ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് പോർഷൻ 128 മുതൽ 191 വരെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് ബി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ ക്ലാസ് ബിയിൽ വരികയാണെങ്കിൽ ആദ്യത്തെ 2 ഒക്ടറ്റും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. സോ നെക്സ്റ്റ് 2 പോർഷൻസ് 0 ആയിരിക്കും. സോ ഈ 255 എങ്ങനെ വരുന്നു? ഇവിടെ 8 ബിറ്റ് ഉണ്ട്, 8 ബിറ്റും 1 ആയിട്ടുണ്ടാവും. അതിനെ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? 255 ആയിട്ട് വരുന്നത്. ഓക്കെ. സോ അപ്പോൾ ഇതാണ് എന്താണ് ഐ പി അഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു നോഡ് സെറ്റ് ചെയ്യും. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പറയുന്നത് നോഡ് എന്നാണ്. നോഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഐ പി അഡ്രസ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ മെയിൻലി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഐ പി അഡ്രസ്, രണ്ടാമത്തെ അതിന്റെ സബ്നെറ്റ് മാസ്ക്, മൂന്നാമത്തെ അതിന്റെ ഗേറ്റ് വേ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഗേറ്റ് വേ ഒന്നും പറയുന്നില്ല. നമ്മൾ സെറ്റ് ചെയ്യുന്നിടത്തൊന്നും ഗേറ്റ് വേ പറയുന്നില്ല. ഐ പി അഡ്രസ്സും സബ്നെറ്റ് മാസ്കും പറയുന്നുണ്ട്. ദെൻ അതുപോലെ മൂന്നാമത്തെ നമുക്ക് അറിയേണ്ടതാണ് പോർട്ട് നമ്പർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി
ഇത്രയും ഓക്കെ ആണോ? ഞാൻ അതായത് ഇവിടെ നമ്മളെന്ത് പറയുന്നത്, ക്ലാസ് ഫുള്ളും ക്ലാസ്ലെസ്സും ഉണ്ട്. ഇപ്പൊ കറന്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് സബ്നെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ കുറച്ച് IP അഡ്രസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക. ഇപ്പൊ നമ്മളൊരു കോളേജിന് വേണ്ടിയിട്ടാണ് എന്താണ് IP അഡ്രസ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഏത് ക്ലാസ്സിലുള്ള വേണം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനെന്ന് ആദ്യം ആലോചിക്കും. ഇപ്പോൾ ഇവിടെ SH ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 172.16. സംതിങ് ആണ്. ഒരു സെക്കൻഡ്. 172.16.0.0 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് IP. ഓക്കെ, അതായത് 172 എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് ബിയിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ്, ക്ലാസ് ബി നെറ്റ്വർക്ക് ആണ്. ഇതിന്റെ ഫസ്റ്റ് IP എന്ന് പറയുന്നത് ഏതാണ്, 0.0 ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്നതാണ് നെറ്റ്വർക്ക് എന്ന് പറയാം. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് IP ആണ്. അപ്പോൾ ആദ്യത്തെ 16 ബിറ്റ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അത് നെറ്റ്വർക്കിനെ റെപ്രസെന്റ് ചെയ്യാനും ബാക്കിയുള്ള ഈ പറയുന്ന പോർഷൻസ് വേരി ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ മെഷീനും കണക്ട് ചെയ്യുക. നിങ്ങളിവിടെ കോളേജിൽ വന്നിട്ട് നിങ്ങളുടേത് മൊബൈലോ ലാപ്പോ ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന IP എന്ന് പറയുന്നത് ഇതിനിടയിലായിരിക്കും. അതായത് 172.16.0.1 മുതൽ 172.16.255.255 ഇതിനിടയിലുള്ള, സോറി ലാസ്റ്റത്തെ വരില്ല, 254, ഇതിനിടയിലുള്ള IP ആയിരിക്കും എന്ത് ചെയ്യുക, ഈ കോളേജിൽ വന്ന് ഒരു മൊബൈൽ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. കാരണം അത് ഓട്ടോമാറ്റിക്കലി കോൺഫിഗർ ചെയ്ത് DHCP കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ്, അതായത് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കിപ്പോൾ എത്രയാണ്, ലാസ്റ്റ് 8 ബിറ്റ് മാത്രമേ നമുക്കുള്ളൂ എങ്കിൽ മാക്സിമം കണക്ട് ചെയ്യാവുന്ന എന്താണ് ഡിവൈസസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 250. മനസ്സിലായോ? 254 മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിവൈസസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ് C ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്നതിനകത്ത്. ഞാനതുകൊണ്ട് ഇത് ഇനി മറ്റൊന്ന് IP അഡ്രസ്. ഇതിനകത്ത് നമ്മൾ ഇനി പറയാൻ പോകുന്നതിനകത്ത് കരിയർ സെൻസിങ് മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കരിയർ സെൻസിങ് മൾട്ടിപ്പിൾ ആക്സസ്, CSMA എന്ന് പറയും. അതായത് ഒരു നോഡ്, ഇവിടെ ഒരു നോഡ് N0, രണ്ടാമത്തെ നോഡ് N1. ഇത് ഇനി പറയാൻ പോകുന്നത് നോഡ് എന്നായിരിക്കും. നോഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടർ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നോഡ് 0യും നോഡ് 1ഉം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവിടെ ഒരു എന്താണ് ചാനൽ ഉണ്ടാവും. ഇതിനെന്താ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ചാനൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചാനൽ സെറ്റ് ചെയ്യും. അപ്പൊ ചാനൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം N0യിൽ നിന്ന് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ ഇങ്ങോട്ട് കൊടുക്കാം. അതുപോലെ തന്നെ N1ൽ നിന്ന് പാക്കറ്റും ഇങ്ങോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും പാക്കറ്റ് സെൻഡ് ചെയ്യാം. അപ്പോൾ CSMA ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് രണ്ടുപേരും അറ്റ് എ ടൈമിൽ സെൻഡ് ചെയ്യുന്നു വിചാരിച്ചോ പാക്കറ്റ്, എന്തായിരിക്കും സംഭവിക്കുക? ഒരു കമ്മ്യൂണിക്കേഷൻ പാത്തിൽ കൊളീഷൻ സംഭവിക്കും. ഡാറ്റ പാക്കറ്റ്സ് അവിടെ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. കൊളിഷൻ സംഭവിക്കും. രണ്ട് സൈഡിൽ നിന്നും എന്ത് ചെയ്യുന്നു, ബിറ്റ് സ്ട്രീം ആണ് സെൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത് അല്ലെ, ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും ആണ്. രണ്ട് സൈഡിൽ നിന്നും നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, കൊളിഷൻ ഉണ്ടായി അവിടെ എന്ത് ചെയ്യും, ഡേറ്റ കറക്റ്ററായി പോകും. സോ അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഡേറ്റ എന്താണ് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ വെദർ ദ കമ്മ്യൂണിക്കേഷൻ പാത്ത് ഈസ് ഫ്രീ ആണെന്ന് ചെക്ക് ചെയ്യും. ഓക്കെ,
അപ്പോൾ അതിനെയാണ് എന്താ പറയാ കാരിയർ സെൻസിങ് എന്ന് പറയാം. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാത്ത് ഫ്രീ ആണോ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും, ഫ്രീ ആണെങ്കിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുക പാക്കറ്റ് സെൻഡ് ചെയ്യുക, ഫ്രീ ആണെങ്കിൽ മാത്രമായിരിക്കും പാക്കറ്റ് സെൻഡ് ചെയ്യുക. അപ്പോൾ പാക്കറ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കോൺഫിഗറേഷൻസ് ചെയ്യാറുണ്ട് ഈ പാക്കറ്റിനെ ബേസ് ചെയ്ത്. ഒരു പാക്കറ്റിനെ ബേസ് ചെയ്ത് ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. CSMA എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാത്തിനകത്ത് ഏതെങ്കിലും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു എന്താണ് മെത്തേഡാണ്. അപ്പൊ അത് ഫ്രീ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക പാക്കറ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത് CSMA, CD, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്, നിങ്ങൾ നെറ്റ്വർക്കിൽ പഠിച്ചിട്ടുണ്ടാവും. എനിവേ, അപ്പൊ ഒരു പാക്കറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. അതായത് രണ്ട് നോഡുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാക്കറ്റ് കോൺഫിഗർ ചെയ്യണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാക്കറ്റിന്റെ സൈസ് നമുക്ക് അറിയണം. ഒരു പാക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈസ്, അതായത് മിനിമം മാക്സിമം, ഓക്കെ, അതായത് ഒരു പാക്കറ്റിന്റെ സൈസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. ദെൻ അത് ഉപയോഗിച്ച് ഏത് പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ്, ഏത് പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ ലേയേഴ്സ് പഠിച്ചു അല്ലെ, ISO ലേയേഴ്സ് അറിയാലോ. ഏതൊക്കെയായിരിക്കും? ഏറ്റവും ടോപ്പില് ആപ്ലിക്കേഷൻ ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ ഉണ്ട് അല്ലെ. അതിനിടയിൽ പ്രസന്റേഷൻ ലെയർ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. ഇത്രയും കാര്യങ്ങളാണ്. ഫിസിക്കൽ ലെയറിൽ എന്താണ് ഡേറ്റ സ്ട്രീം സെൻഡ് ചെയ്യുന്നത് അല്ലെ. ഞാനിപ്പോ പറഞ്ഞു ഈ പാത്തിൽ ഡേറ്റ ഉണ്ടോ എന്ന് നോക്കിയിട്ട് സെൻഡ് ചെയ്യുന്നത്. ഡേറ്റ ലിങ്ക് ലെയറിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന പാക്കറ്റ് ഇപ്പോഴത്തെ കറക്റ്റ് ആയിട്ടാണോ ചെക്ക് ചെയ്യുന്നത്, അതിന് എന്ത് ചെയ്യണം, ചെക്ക് സം പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. നെറ്റ്വർക്ക് ലെയർ എന്താ ചെയ്യുന്നത്, ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്കുള്ള നെറ്റ്വർക്ക് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇന്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റിംഗ്സ്, അതായത് IP അഡ്രസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. ഇനി ട്രാൻസ്പോർട്ട് ലെയറിൽ ഏതെങ്കിലും ഒരു എന്താണ് സർവീസ് മറ്റൊരു സർവീസിലേക്ക് എത്തുക. ഓക്കെ, അതായത് ഇവിടെ പോർട്ട് നമ്പർ. അപ്പോൾ സർവീസ് ലെയർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് പോർട്ട് നമ്പർ വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന മെയിൻലി ഉപയോഗിക്കുന്ന രണ്ട് പ്രോട്ടോക്കോളാണ് TCP/IP, UDP. അറിയാലോ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളുകൾ. പിന്നെന്താണ് ഈ TCP-യും UDP എന്ന് പറയുന്ന രണ്ട് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഡിഫറൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു പാക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് TCP അല്ലെങ്കിൽ UDP ആയിരിക്കും. നമ്മളിത് ചെയ്യാവുന്നത് ഫസ്റ്റ് UDP വെച്ചിട്ട് ഒരു നോഡ് നിന്ന് ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് മറ്റൊരു നോഡിലേക്ക് ട്രാൻസ്മിഷൻ നടക്കണം. ഇതാണ് ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഇനി ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്, പ്രോട്ടോകോൾ ലെയർ ഉണ്ട്, സെഷൻ ലെയർ ഉണ്ട്, ഇതൊക്കെ അറിയാം. അപ്പൊ നമ്മൾ നെറ്റ്വർക്ക് സിമുലേറ്ററിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇതിന് ഓരോ മൊഡ്യൂൾസ് ഉണ്ട്. അതായത് ഡിഫറെന്റ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കോൾ ചെയ്യുന്ന ആശാട്ടുള്ള മൊഡ്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാമിലേക്ക് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ TCP ആണെങ്കിൽ അതിന്റെ മുന്നിൽ കോൾ ചെയ്യാം, UDP ആണെങ്കിൽ അതിന്റെ മുന്നിൽ കോൾ ചെയ്യാം, ഇന്റർനെറ്റ് ആണെങ്കിൽ ഇന്റർനെറ്റ് കോൾ ചെയ്യാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ കോൾ ചെയ്യാം. അപ്പൊ ഈ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ പറയാൻ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് സിലബസ്. അപ്പൊ എന്റെ രീതിയിൽ ഇങ്ങനെയുള്ള മോഡ്യൂൾസ് ആയത് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ടെസ്റ്റിംഗ് ചെയ്യാം. നെറ്റ് സിമുലേഷൻ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ
ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എല്ലാം ചെയ്യേണ്ടത്. അത് പോലെയാണ്. അപ്പോ ഇതാണ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ. അതാണ് ഇൻസ്റ്റലേഷൻ്റെ ബേസ് പറയുന്നത്. നമ്മുടെ ലാബിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പ്രോഗ്രാം പോകാം. ഇതിന്റെ ഇൻസ്റ്റലേഷൻ ലാബിൽ ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി പ്രോഗ്രാം കോഡ് വേണ്ടി വരും. അതിനുശേഷം എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെന്തായാലും കാണാതെ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് ഇടാൻ കഴിഞ്ഞാൽ പാസ്സാവാറുള്ളത് റെഡിയാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, അതിൻ്റെ കോഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ ഓക്കെ. കാരണം ഞാൻ പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് പറയില്ല. ബാക്കിയുള്ള കാര്യം എക്സാമിന് അതിനോട് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്ത് എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ളതിന്റെ, അതായത് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കമ്പൈലർ വെർഷൻസ് അറിയാവുന്നതാണ്. പ്ലസ് കോഡിലുണ്ട്, പൈത്തണിലുണ്ട്, അങ്ങനെ പല ലാംഗ്വേജിൽ നമുക്കിത് റൺ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് C++ലുള്ള കോഡാണ്. ഇനി ഇത് ഇംപ്ലിമെന്റേഷന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി തന്നെയാണ്. ഇനി പല ആപ്ലിക്കേഷൻസും നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഇതെല്ലാം NFT എന്ന് പറഞ്ഞാൽ മോഡുലാർ വെർഷനാണ്. അതായത് പല മൊഡ്യൂൾസ് ആയിട്ടാണ് നമുക്ക് കിടക്കുന്നത്. അതിന് ആവശ്യമുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് അത് പല ആപ്ലിക്കേഷനും റൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ടുള്ള മൊഡ്യൂൾസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇമ്പോർട്ട് ചെയ്താൽ മതി. ചാനൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്, രണ്ട് നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യും. രണ്ടല്ലെങ്കിൽ മൾട്ടിപ്പിൾ നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചാനൽ. അപ്പൊ ചാനലിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറയാൻ പോയി, ചാനൽ എപ്പോഴും സെറ്റ് ചെയ്യുന്ന സമയത്ത് ചാനൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ചാനലിന്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാന്ന് പറയണത്. അതായത് പെർ സെക്കൻഡിൽ എത്ര MB നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമുക്ക് പറയേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ആ ചാനലില് CSMA ചാനലായിരിക്കാം, പോയിന്റ് ചാനലായിരിക്കാം. ദെൻ പോയിന്റ് ടു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷൻ ആയിരിക്കാം. CSMA ബ്രോഡ്കാസ്റ്റിംഗ് പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും യൂസ് ചെയ്യുക. വൈഫൈ ചാനലായിരിക്കും. ഈ 3 ചാനലായിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നെറ്റ് ഡിവൈസ് എന്ന് പറയുന്നത് അഡീഷണലി നമ്മൾ എന്ത് ചെയ്യുന്നു, പല എന്താണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഒരു ആപ്ലിക്കേഷനാണ് പാക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേ നെറ്റ് ഡിവൈസസ് വഴിയിട്ട് എന്ത് ചെയ്യുന്നത്, ചാനലിലേക്ക് കൊടുത്ത് റിസീവിംഗ് സൈഡിലും നെറ്റ്വർക്ക് ഡിവൈസ് വഴി റിസീവ് ചെയ്ത് തിരിച്ച് കൺസ്ട്രക്ട് ചെയ്യാണ് നോർമലി ചെയ്യാം. അപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് സിമ്പിൾ പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജി, അല്ലെങ്കിൽ രണ്ടാമത് നോക്കാം ക്രിയേറ്റ് UDP സെർവർ ആൻഡ് ക്ലയന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സെർവറും ക്ലയന്റും നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ദെൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ക്രിയേറ്റ് സിമ്പിൾ നെറ്റ്വർക്ക് ടോപ്പോളജി വിത്ത് 2 ക്ലയന്റ്. ഓക്കെ, വൺ ഈസ് ഇൻ ലെഫ്റ്റ് ആൻഡ് അനദർ ഈസ് ഇൻ റൈറ്റ് സൈഡ്. അന്നേരം എന്ത് ചെയ്യുക, അത് തമ്മിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടോ, അപ്പോൾ ഒരു ഡംബൽ ഷേപ്പിലുണ്ടാവും, അത് തമ്മിൽ എന്ത് ചെയ്യാം, പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ഉണ്ടാകാം. ദെൻ പിന്നെ വരുന്നത് TCP വെച്ചിട്ടുള്ള ഇതാണ്. ഇത് രണ്ടുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു UDP കണക്ഷനും ഒരു TCP കണക്ഷനും. ഓക്കെ, ഫസ്റ്റത്തേക്ക് പോവാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? സൂം ചെയ്യണോ?
ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NS3യുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഡുകളെല്ലാം ഇവിടെ സൈഡിൽ കിടപ്പുണ്ട്. എക്സാമ്പിൾസ് കുറെ കിടപ്പുണ്ട്. ഞാൻ എല്ലാം എടുത്ത് നോക്കിയില്ല, ഒന്ന് രണ്ടെണ്ണം മാത്രം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ ഈ സൈഡിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കാം. ഈ പറയുന്ന ലിങ്കുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കുന്നത്, നിങ്ങളുടെ സബ്ജക്റ്റിനകത്ത് എന്താണ് നിങ്ങളുടെ ഇതിനകത്തും ലിസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇതുണ്ടോ, nasm.docs.release.tutorial, ഈ പറയുന്ന സാധനമെല്ലാം ഇതുണ്ടോ, trace.8cc.ccl, ഇതെല്ലാം ഇതിന് എന്താണ് ഈ പറയുന്ന വെബ്സൈറ്റിന്റെ ലിങ്കുകളാണ് നിങ്ങളുടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, നാസത്തിന്റെ എന്താണ് ലിങ്കുകളാണ് കൊടുത്തേക്കുന്നത്. ഈ കോഡ് തന്നെയാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്തുള്ളത്. ഓക്കെ, എനിവേ, അപ്പോൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഒരു UDP സെർവറും ക്ലയന്റും ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്. എന്താണ് UDP സെർവർ ആൻഡ് ക്ലയന്റ്. എന്നിട്ട് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു, അവർ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ദെൻ അതിൽ കൂടെ എന്ത് ചെയ്യുന്നു, പാക്കറ്റ് സെൻഡ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നോർമലി ഇതൊരു വിഷ്വലൈസ് ചെയ്ത ടൂളാണ്. ഇത് പ്രോഗ്രാം എഴുതി റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ, അതിന്റെ ഫ്ലോ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് വിഷ്വലി കാണാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ തരാം. UDP ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, സോ ഓക്കെ, നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. ഓക്കെ, ദെൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പോളജി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതായത് 2 നോഡുണ്ട്, അത് കൺസ്ട്രക്ട് ചെയ്യണം, ചാനൽ കൺസ്ട്രക്ട് ചെയ്യണം, UDP പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഞാൻ പറയും, കുറെ മൊഡ്യൂൾസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഹെഡർ കുറെ മൊഡ്യൂൾസ് നമുക്ക് ആവശ്യമുണ്ട്, അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിനകത്ത് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഹാഷ് ഇൻക്ലൂഡ് FS സ്ട്രീം. എന്തായിരിക്കും, ഫയൽസിനെ ആക്സസ് ചെയ്യാനും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് FS സ്ട്രീം. പിന്നെ NS3ക്ക് കോറായിട്ട് ആവശ്യമുള്ള മൊഡ്യൂൾ, ഇത് രണ്ടും സെയിം തന്നെയാണ് എടുത്തിട്ടേക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം ഞാൻ നേരത്തെ പറയും എന്താണ്, CSMA വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാരിയർ സെൻസിങ് ആണെങ്കിൽ അത് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക. ദെൻ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ, ഈ UDPയും എന്താണ് TCP ഒക്കെ ആപ്ലിക്കേഷനകത്ത് വരുന്ന സബ് മൊഡ്യൂൾസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലയൻസ് എന്താണ് ക്ലാസ്സസ് എന്ന് പറയാം. ദെൻ ഇന്റർനെറ്റ് മൊഡ്യൂളിലാണ് നമുക്ക് എന്ത് ചെയ്യാം, IP അഡ്രസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വരുന്നത്. സോ ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തു. മെയിനായിട്ട് എപ്പോഴും ഫയൽസ് ആണ് പറയുന്നത്, അതായത് നമ്മുടെ ഈ എന്താണ് സിമുലേഷന്റെ ഫയൽ ക്രിയേറ്റ് ആവും. അപ്പൊ അത് റീഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FS സ്ട്രീം ഉപയോഗിക്കുന്നത്. കോർ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മെയിൻലി ആവശ്യമുള്ള ഒരു NS3ക്ക് ആവശ്യമുള്ള കോർ മൊഡ്യൂൾസ് ആണ്. ദെൻ അഡീഷണലി CSMA, കാരിയർ സെൻസിങ്, ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് UDP ആണോ TCP ആണോ അതിന് വേണ്ടിയിട്ടുള്ളത്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത് IP അഡ്രസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ യൂസിങ് നെയിം സ്പേസ് NS3 ഗ്ലോബലി എന്ത് ചെയ്യണം, സ്കോപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുക, നെയിം സ്പേസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇത് നിങ്ങൾ എഴുതിയാലും എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതായത് ലോഗ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏതുവരെ എത്തിയെന്ന് അറിയാൻ പറ്റില്ല. എന്താണ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോഗ്
നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, UDP ക്ലയന്റ് സെർവർ ഇംപ്ലിമെന്റ് എക്സാമ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്. അതായത് കമാൻഡ് ലൈനിലേക്കും നേരത്തെ ഞാനിപ്പോൾ കാണിച്ചു തന്നു. ഇവിടെ എല്ലാം കമാൻഡ് റൺ ചെയ്യുന്നത് കമാൻഡ്, ഈ പ്രോഗ്രാം എഴുതിയിട്ട് കമാൻഡ് ലൈനിലാണ് റൺ ചെയ്യുന്നത് ഈ രീതിയിൽ. ഓക്കെ, സിമ്പിൾ UDP ആപ്ലിക്കേഷൻ run.cc റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് എത്തിയതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലോഗ് ഫയൽ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അതായത് ഔട്ട്പുട്ടിലേക്കും, അതായത് കമാൻഡ് ലൈൻ ഔട്ട്പുട്ടിലേക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന വാല്യൂ, ഈ കോഡ്സിനകത്ത് കിടക്കുന്ന വാല്യൂ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. ഓക്കെ, ദെൻ ഇൻറ്റീജർ മെയിൻ ഇതിന് ആവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഈ പറയുന്ന ഇന്റിനകത്ത് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അടുത്ത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, UDP ക്ലയന്റും സെർവറും ആണ് എന്ത് ചെയ്യുന്നത്, ലോഗായിട്ട് വരുന്നത്. അത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും ലോഗിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ, UDP ക്ലയന്റ് ആൻഡ് സെർവർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, IP അഡ്രസ്സ് സെറ്റ് ചെയ്യണം. ഓക്കെ, IP അഡ്രസ്സ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ IP അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ ബൂളിയൻ വാല്യൂ സെറ്റ് ചെയ്യുന്നുണ്ട്, യൂസ് V6. അതായത് എന്താണ്, IPv4 ആണോ IPv6 ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അത് എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബൂളിയൻ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇനിഷ്യലി ഇറ്റ് വിൽ ബി ഫാൾസ്. അതായത് ഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, IPv4 സെറ്റ് ചെയ്യാൻ എന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെയല്ല പ്രോഗ്രാം പഠിപ്പിക്കേണ്ടത് എന്നിരുന്നാലും. ഓക്കെ, ദെൻ ഒരു അഡ്രസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, സെർവർ അഡ്രസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു അഡ്രസ് എന്ന് പറയുന്ന അഡ്രസ് ആക്ച്വലി ഇറ്റ് ഈസ് ഇൻ എന്താണ് NS3 തന്നെയാണ്. അപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, സെർവർ അഡ്രസ്. ദെൻ കമാൻഡ് ലൈനിന് നമ്മൾ എന്ത് ചെയ്തു, CMD എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തു. ദെൻ കമാൻഡ് ലൈനിൽ നിന്ന് വാല്യൂസ് റിസീവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കമാൻഡ് ലൈനിലേക്ക് പുഷ് ചെയ്യും, എന്താണ്, യൂസ് IPv4 ആണോ IPv6 ആണോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഏതാണെന്നെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, IPv6 ആണെങ്കിൽ IPv6 സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ IPv4 സെറ്റ് ചെയ്യും. നമ്മൾ എന്താണ് IPv4 തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കമാൻഡ് ലൈനിൽ നിന്ന് കിട്ടുന്ന വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പാഴ്സിലേക്ക് എടുക്കും. അതായത് കമാൻഡ് ലൈനിൽ നിന്ന് രണ്ട് വാല്യൂസ് റീഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, IPv4 ആണോ IPv6 ആണോ എന്നുള്ളത്. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ലോഗ് ചെയ്തു, UDP ക്ലയന്റിനുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, UDP ക്ലയന്റിന് വേണ്ടിയിട്ട് ഉള്ള ലോഗിൻ ചെയ്തു. അപ്പോൾ UDP ക്ലയന്റ് ആണോ സെർവർ ആണോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഓപ്ഷൻ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ക്ലയന്റ് ആണോ സെർവർ ആണോ എന്നുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അഡ്രസ്സ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാം, രണ്ട് ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടാവും. ഏതൊക്കെയാ, IPv4 ആണോ IPv6 ആണോ എന്നുള്ളതും, ദെൻ ക്ലയന്റ് ആണോ സെർവറിനെ ആണോ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, നോഡ് ക്രിയേറ്റ് ചെയ്യാം. നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ലോഗ് ഇൻഫർമേഷൻ, കമാൻഡ് ലൈനിൽ നമ്മൾ വീണ്ടും ലോഗ് ഇൻഫർമേഷൻ കൊടുത്തു, ക്രിയേറ്റ് നോഡ്, ജസ്റ്റ് ഇൻഫർമേഷൻ ആണ്. നോഡ് കണ്ടെയ്നർ N, അതായത് അവിടെ ഒരു കണ്ടെയ്നർ ആണ് എടുക്കുന്നത്. നമ്മൾ N-ന് എത്ര വാല്യൂസ് കൊടുക്കുമോ അത്രയും നമ്പർ ഓഫ് നോഡ്സ് ക്രിയേറ്റ് ആവും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് N ഡിക്ലെയർ ചെയ്തു, നമ്പർ ഓഫ് നോഡ്സ്. N ഡോട്ട് ക്രിയേറ്റ് എന്ന് പറയുന്നത് കോൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, N നമ്പർ ഓഫ് നോഡ്സ് ക്രിയേറ്റ് ചെയ്യും വിത്ത് ബേസിക്, അതിന്റെ എന്താണ്, വിത്ത് ബേസിക് എന്താണ് ഇൻഫർമേഷൻ. അതായത് ഒരു നോഡിന് വേണ്ട ഇൻഫർമേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, IP അഡ്രസ്സും കണക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് അതിനകത്താണ്. സോ ഫോർ ക്രിയേറ്റിംഗ് എ നോഡ് എന്താ ചെയ്ത, നോഡ് കണ്ടെയ്നറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ N എന്ന് പറയുന്ന വേരിയബിൾ എന്താണ്, നോഡ് കണ്ടെയ്നർ ആണ്. ഡോട്ട് ക്രിയേറ്റ് എന്ന് പറയുന്നത് ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, 2 കൊടുത്തു. അപ്പോൾ ടോട്ടൽ 2 നോഡ്സ്
ക്രിയേറ്റ് ആയി. ദെൻ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ നോഡ്സിലേക്ക് ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അഡീഷണലി എന്താണ് സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്താണ് നെറ്റ്വർക്ക് കാർഡുകളുണ്ട്. അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് എപ്പോഴും നമുക്ക് എതർനെറ്റ് കാർഡ്, വൈഫൈ, ആ മൊഡ്യൂൾസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മൊഡ്യൂൾസ് ഒക്കെ എന്ത് ചെയ്യണം, നോഡ്സിന് ഓരോ നോഡിനും വേണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർനെറ്റ് സ്റ്റാക്ക് ഹെൽപ്പറിൽ നിന്ന് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, ഡോട്ട് ഇൻസ്റ്റാൾ എൻ, അതായത് എൻ എന്ന് പറയുന്നത് നോഡിലാണ്, അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതായത് ഇന്റർനെറ്റിന് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾസ് എന്തൊക്കെയുണ്ടോ അത് എന്ത് ചെയ്തു, എടുത്ത് ഏതിലേക്കാ, ഓരോ നോഡിനകത്തേക്കും ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ 2 നോഡുണ്ട്, ആ 2 നോഡിനും ഇന്റർനെറ്റിന് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾസ് ആഡ് ചെയ്തു. ഓക്കെ, അതാണ് ഇത്രയും പോർഷനിൽ ചെയ്തിരിക്കുന്നത്. 2 കാര്യങ്ങൾ, ഒന്ന് നോഡ് ക്രിയേറ്റ് ചെയ്തു ബൈ യൂസിങ് നോഡ് കണ്ടെയ്നർ. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് 2 നോഡാണ്. സോ ആ 2 നോഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർനെറ്റിന് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾസ് ആഡ് ചെയ്തു. ഓക്കെ, സോ അതാണ് ഇത് ഈ പോർഷനിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തു, ദെൻ അതിനകത്ത് ഇന്റർനെറ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഇനി ഇന്റർനെറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്താലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചാനൽ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പോൾ അതിന്റെ ലോഗാണ് കമാൻഡ് ലൈനിലേക്ക് കൊടുത്തത്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചാനൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് പോയിന്റ് ടു പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ CSMA ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, CSMA ഹെൽപ്പറിൽ നിന്ന് CSMA നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ആട്രിബ്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചാനൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ബാൻഡ് വിഡ്ത്ത് സെറ്റ് ചെയ്യണം. ദെൻ അതിനകത്ത് കരിയർ സെൻസിങ് എന്ന് പറയുന്ന സമയത്ത് CSMAക്കകത്ത് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യും ചാനൽ ഫ്രീ ആണോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ടൈം ഇന്റർവെൽ, അപ്പോൾ ഫ്രീ അല്ലെങ്കിൽ വീണ്ടും ഒരു ടൈം ഇന്റർവെൽ കഴിയുമ്പോഴാണ് വീണ്ടും വന്ന് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ആട്രിബ്യൂട്ട്, ആ ചാനലിന്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന്റെ മാക്സിമം ഡേറ്റ റേറ്റ് എന്ത് ചെയ്യുന്നതാണ്, ബൈറ്റിലാണ് ഈ പറയുന്നത് കേട്ടോ. ബൈറ്റ് 50,000 ആണോ, അല്ല 5 lakh ബൈറ്റ് ആണ് പറയുന്നത്. ഇതിന്റെ ചെക്ക് ചെയ്യേണ്ട ഇന്റർവെൽസ് ഡിലേ എന്ന് പറയുന്നത് 2 millisecondsലാണ് എന്ത് ചെയ്യേണ്ടത്, ഇന്റർവെൽ സെറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് കൊടുക്കാം. MTU എന്ന് പറയുന്നത് മാക്സിമം പാക്കറ്റ് എന്നുള്ളതാണ്, അതായത് മാക്സിമം യൂണിറ്റുകളാണ്. ഓക്കെ, അതായത് 1400 ബൈറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു പാക്കറ്റിന് അകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് ആണ് 5 lakhs, ബട്ട് ഒരു പാക്കറ്റിന് ഉണ്ടാകുന്ന സൈസ് എന്ന് പറയുന്നത് 1400 ബൈറ്റ് ആണ്. അപ്പൊ ഇത്രയും ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, CSMA ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് CSMAയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുത്തു. ആർക്കാണ് ആഡ് ചെയ്ത് കൊടുത്തത്, CSMA ആരിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തത്, നമ്മുടെ N എന്ന് പറയുന്നത് ആരാണ്, നോഡാണ്. ഈ നോഡുകൾ നമുക്ക് നോഡ് കണ്ടെയ്നറിൽ 2 നോഡുണ്ട്. ആ 2നും എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന CSMA മൊഡ്യൂൾസ് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ഈ പോർഷനിൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ചാനല് ക്രിയേറ്റ് ചെയ്യുക ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ചെയ്യാൻ പോകുന്നത് 2 നോഡിനും IP അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 2 നോഡിനും IP അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, IP സെറ്റ് ചെയ്യുന്ന സമയത്ത് IP സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇൻപുട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് യൂസ് V4 V6 എന്നുള്ളത്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, 1 അല്ലെങ്കിൽ 0 ആയിരിക്കും കമാൻഡ് ലൈനിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഫാൾസ് അല്ലെങ്കിൽ ട്രൂ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇൻ കേസ് വി ആർ യൂസ് V6 എന്ന് പറയുന്ന വേരിയബിൾ ഫാൾസ് ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് IP അഡ്രസ് IPv4 ആണ്. അപ്പോൾ IPv4 എന്ത് ചെയ്തു, അതിന്റെ മൊഡ്യൂൾസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തു. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ഈ പറയുന്ന ഡേറ്റ, അതായത് നെറ്റ്വർക്ക് ഐഡിയും സബ്നെറ്റ് മാസ്കും നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് ഐഡിയും സബ്നെറ്റ്
മാസ്കും ആയിരിക്കും സെറ്റ് ചെയ്യുക. അപ്പോൾ ഒരു നോഡ് നമ്മൾ നേരത്തെ ഇവിടുന്ന് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDP ക്ലയന്റ് ആണോ സെർവർ ആണോ എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഐട്രേഷനിൽ വരുന്ന സമയത്ത് നമ്മൾ ഏതാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇവിടെ IP-യും നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ IPv4 സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോർഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ IP അഡ്രസ്സും സബ്നെറ്റ് മാസ്ക് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഏതിനാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ അകത്തേക്ക് സെർവർ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്, അഡ്രസ് മൊഡ്യൂൾ ആണല്ലേ. ആ അഡ്രസ് മൊഡ്യൂളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് വയ്ക്കും. ഇനി വന്നവർ ഒന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഒട്ടും താല്പര്യമില്ലാത്തതാണ്, ഗതിയോട് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. എനിവേ, IPv6 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിനുള്ള മൊഡ്യൂൾ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് IPv6 എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് ടോട്ടൽ 64 എന്താണ്, ടോട്ടൽ 128 ബിറ്റ് ഉണ്ടാവും. അതിന്റെ എത്ര ബിറ്റ് ആണ് IPv പ്രിഫിക്സ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്, അതാണ് 64 എന്ന് പറയുന്നത്. സോ അതാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി IPv6 നിന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇനിയാണ് നമ്മൾ പറഞ്ഞ UDP ആണോ TCP ആണോ പ്രോട്ടോകോൾ, അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് പോർട്ട് നമ്പർ വേണം അല്ലേ. ഒരു പോർട്ട് നമ്പർ സെറ്റ് ചെയ്തു 4000. UDP-യിൽ നിന്ന് ഉള്ള സെർവറിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് UDP-യിൽ ഉപയോഗിച്ചിട്ടുള്ള സെർവറിനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ബൈ യൂസിങ് ദിസ് പോർട്ട് നമ്പർ. അപ്പോൾ സെർവർ എന്ന് പറയുന്നതിനകത്ത് 4000 എന്ന് പറയുന്ന പോർട്ട് ഉപയോഗിച്ചിട്ടാണ് UDP ക്രിയേറ്റ് ആവുന്നത്. സോ അത് ആരിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാ, സെർവർ, ഓക്കെ, ആപ്ലിക്കേഷൻ കണ്ടെയ്നറിൽ നിന്ന് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സെർവർ ഡോട്ട് ഇൻസ്റ്റാൾ ഡോട്ട് എൻ ഡോട്ട് ഗെറ്റ് ഓഫ് ഓൺ. അതായത് നമുക്ക് രണ്ട് നോഡുകളാണുള്ളത്. അതിൽ 0 എന്ന് പറയുന്ന ക്ലയന്റും 1 എന്ന് പറയുന്നത് സെർവറുമാണ്. അപ്പോൾ സെർവറിലാണ് എന്ത് ഗെറ്റ് ഓഫ് വൺ എന്ന് പറയുന്നത്, എൻ ഡോട്ട് ഗെറ്റ് ഓഫ് വൺ എന്ന് പറയുന്നത് നമ്മുടെ നോഡ് കണ്ടെയ്നറിലുള്ള സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നതാണ് സെർവർ. അപ്പോൾ അതിനെയാണ് എന്ത് ചെയ്തത്, ഈ UDP സെർവർ സെറ്റ് ചെയ്തത്. ഓക്കെ, UDP സെർവർ സെറ്റ് ചെയ്തത് ഏതിനുപയോഗിച്ചിട്ടാ, ആപ്ലിക്കേഷൻ കണ്ടെയ്നർ ഉപയോഗിച്ചിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ, ഇനി ഇതിന്റെ എപ്പോഴാണ് ഈ പറയുന്ന സെർവർ, ഇപ്പോൾ ആപ്സ് എന്ന് പറയുന്നത് എന്താണ്, സെർവറാണ്. ഓക്കെ, ആപ്സ് എന്ന് പറയുന്നത് സെർവറാണ്. സെർവർ സിമുലേഷനിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമും സ്റ്റോപ്പ് ചെയ്യേണ്ട ടൈമും ആണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് സിമുലേഷൻ നടക്കുന്ന സമയത്ത് സെർവർ ഒന്നാമത്തെ സെക്കൻഡിൽ സ്റ്റാർട്ട് ആവും, 10ാമത്തെ സെക്കൻഡിൽ ഇത് സ്റ്റോപ്പ് ആവും. അതാണ് UDP സെർവറിന്റെ ആക്ഷൻ ടൈം. അപ്പോൾ സെർവർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് we are creating a server by using UDP protocol and the port number is 4000. അത് വെച്ചിട്ട് എന്ത് ചെയ്തു, ആപ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കണ്ടെയ്നർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആപ്സ് ക്രിയേറ്റ് ചെയ്തു. ആപ്സ് എന്ന് പറയുന്നത് സെർവറാണ്. അപ്പോൾ സെർവറിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന UDP ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ സെർവറിനെ കിട്ടാൻ വേണ്ടിയിട്ട് എൻ ഡോട്ട് ഗെറ്റ് ഓഫ് ഓൺ, അതായത് നോഡ് കണ്ടെയ്നറിൽ സെക്കൻഡ് എലമെന്റ്, അതാണ് എന്ത് സെർവർ. അതിലേക്ക് എന്ത് ചെയ്തു, നമ്മളിവിടെ എടുത്ത സെർവർ UDP-യും പോർട്ട് നമ്പറും ആഡ് ചെയ്തു. ഇനി സെർവർ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. സെർവർ സ്റ്റാർട്ട് ആവുന്നത് 1ാമത്തെ സെക്കൻഡിൽ, അതായത് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡിൽ ഇത് സ്റ്റാർട്ട് ആവുകയും 10th സെക്കൻഡിൽ ഇത് ക്ലോസ് ആവുകയും ചെയ്യും. ഓക്കെ, സോ അതാണ് എന്ത് ചെയ്യുന്നത്, സെർവറിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി UDP ക്ലയന്റിൽ നിന്നാണ് സെർവറിലേക്ക് എന്ത് ചെയ്യുന്നത്, ഡേറ്റാഗ്രാം നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അതായത് UDP ക്ലയന്റിൽ നിന്ന് ഒരു ഡേറ്റാഗ്രാം നമുക്ക് എന്ത് ചെയ്യണം, സെർവറിലേക്ക് സെൻഡ് ചെയ്യണം. അതിന്റെ സിമുലേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ക്ലയന്റിൽ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റാഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു പാക്കറ്റിന് ഉണ്ടാവേണ്ട പ്രോപ്പർട്ടിയാണ് അതിന്റെ മാക്സിമം സൈസ് എന്ന്. ഓക്കെ, ഒരു പാക്കറ്റിന് മാക്സിമം 1024 ബൈറ്റ് വരെ ആകാം എന്നുള്ളതാണ് പാക്കറ്റ് സൈസ് പറയുന്നത്. ദെൻ ക്ലയന്റിൽ നിന്ന് പാക്കറ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന്റെ ഇന്റർവെല്ലാണ് എന്ത് ചെയ്തേക്കുന്നത്, 0.05 എന്ന് പറയുന്നത്. അതായത് 0.05ന്റെ ഇന്റർവെല്ലിൽ ഓരോ പാക്കറ്റും എന്ത് ചെയ്യും, നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുക. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനി വരുള്ളൂ. ഓക്കെ, അതായത് പാക്കറ്റ് ഇന്റർവെൽ എന്നുള്ളത് ടൈമാണ്, അത് എന്ത് ചെയ്തു 0.05 ആണ്. ഇനി മാക്സിമം പാക്കറ്റ് കൗണ്ട് ഈസ് 360. ഓക്കെ, സോറി 320. അതായത് നമ്മൾ ക്ലയന്റിൽ നിന്ന് സെർവറിലേക്ക് പാക്കറ്റുകൾ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. എത്ര പാക്കറ്റ് സെൻഡ് ചെയ്യണം? വി ഹാവ് ടു സെൻഡ് 320 പാക്കറ്റ്സ് വിത്ത് എ സൈസ് ഓഫ് 1024 ബൈറ്റ്. അത് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. അതിന്റെ ഓരോ പാക്കറ്റ് സെൻഡ് ചെയ്തിട്ട് 0.05 ഡിലേ ഉണ്ടാവും. അപ്പൊ നമുക്ക് സിമുലേഷനിൽ ഈ പാക്കറ്റ് ഇങ്ങനെ എന്താണ് ഓരോ പാക്കറ്റായിട്ട് എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്പീഡിൽ ആയിരിക്കും കാണാൻ പറ്റുക, കാരണം 0.05 ഇന്റർവെല്ലും ആണ്, ടോട്ടൽ 320 പാക്കറ്റ്സും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, UDP ക്ലയന്റ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അതിനാവശ്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെർവർ അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, അഡ്രസ്സിന്റെ മൊഡ്യൂളാണ് സെർവർ അഡ്രസ് എന്ന് പറയുന്നത്. സോ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു പോർട്ട് നമ്പർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, ക്ലയന്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ക്ലയന്റ് ക്രിയേറ്റ് ചെയ്യണം ബൈ യൂസിങ് അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ. ഓക്കെ, ദെൻ അതിനകത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ് എന്ത്, നേരത്തെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത ആട്രിബ്യൂട്ട്സ്. ഒന്ന് മാക്സിമം പാക്കറ്റ് ഇന്റർവെല് പാക്കറ്റ് സൈസ്. ഇത്രയും ആട്രിബ്യൂട്ട്സ് വെച്ചു എന്ത്, ക്ലയന്റിനെ ആണ് നമ്മൾ എന്ത് ചെയ്തത്, ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, എന്താണ്, ക്ലയന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ നിങ്ങൾ നോക്കി അറിയാം, ഇവിടെയാണ് ക്ലയന്റിന്റെ കാര്യം കൊടുത്തത്. ഓക്കെ, സോ ക്ലയന്റിനെ വെച്ചിട്ട് എന്ത് ചെയ്തു, ക്ലയന്റ് ഏതായിരുന്നു, 0 അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ 2 നോഡ് പറഞ്ഞു. അതിന്റെ ഗെറ്റ് ഓഫ് 1 എന്ന് പറയുന്ന സെർവറും ഗെറ്റ് ഓഫ് 0 എന്ന് പറയുന്നത് ക്ലയന്റുമാണ്. അതിലേക്ക് എന്ത് ചെയ്തു, ഈ ഇത്രയും കണ്ടന്റ്, ഓക്കെ, ഇത്രയും സെറ്റിംഗ്സ് എന്തിനു വേണ്ടിയിട്ടുള്ള, ക്ലയന്റിന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആപ്സ് ഡോട്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ക്ലയന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ക്ലയന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് ഇതാണ്. ഓക്കെ, ദെൻ അതിനുശേഷം ക്ലയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡിലാണ്. അതായത് സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റത്തെ സെക്കൻഡിലാണ്. ക്ലയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡിലാണ്. എന്താണ്, ക്ലയന്റ് സ്റ്റാർട്ട് ആവുന്നത്. സ്റ്റോപ്പ് ചെയ്യുന്നത് 10th അപ്പോൾ സെർവറും ക്ലയന്റും ഒരേ സമയത്ത് എന്ത് ചെയ്യും, എൻഡ് ആവും, പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈമിലായിരിക്കും. ദെൻ ഇനി ഇതിന്റെ സിമുലേഷൻ റൺ ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ കോഡ് റൺ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ അതിന്റെ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ലോഗ് കൊടുത്തു. അതായത് കമാൻഡ് ലൈനിൽ നമുക്ക് റൺ സിമുലേഷൻ എന്ന് പറയുന്നത് എഴുതി കാണിക്കും. ദെൻ സിമുലേഷൻ റൺ ചെയ്യാൻ പോവുകയാണ്. റൺ കമാൻഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, സിമുലേഷൻ റൺ ആവും. ദെൻ ഡിസ്ട്രോയ് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, എൻഡ് ആവും. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 10 സെക്കൻഡ് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് റണ്ണായി എൻഡ് ചെയ്തിട്ടുണ്ടാവും. അവിടെ അപ്പോൾ എന്ത് ചെയ്യും, ഡൺ എന്ന് പറഞ്ഞിട്ട് എന്താണ് കമാൻഡ് ലൈനിൽ കാണിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു UDP ക്ലയന്റ് സെർവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനിഷ്യലി നമുക്ക് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുള്ളതായിട്ട് തോന്നും. കൺസെപ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആർഗ്യുമെന്റ്സ് കളക്ട് ചെയ്തു. UDP ക്ലയന്റ് ആണോ സെർവർ ആണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ IPv4 ആണോ IPv6 ആണോ എന്നുള്ളത് ചെയ്തു. ദെൻ അതിനുശേഷം നോഡ് ക്രിയേറ്റ് ചെയ്തു. ഇന്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള മൊഡ്യൂള് ഡൗൺലോഡ് ചെയ്തിട്ട്, മൊഡ്യൂൾസ് നമ്മുടെ നോഡ് കണ്ടെയ്നറിലുള്ള നോഡ്സിൽ അപ്ലൈ ചെയ്തു. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വി ഹാവ് ടു ക്രിയേറ്റ് ദ ചാനൽ.
ചാനലിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യണം. ദെൻ IP അഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IPv4 ആണോ IPv6 ആണോ, നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ്ലി IPv4 എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും മതി. ദെൻ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓക്കെ, സെർവർ UDP സെർവർ സെറ്റ് ചെയ്തു ആദ്യം. ദെൻ UDP ക്ലയന്റ് സെറ്റ് ചെയ്തു. ക്ലയന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത പാക്കറ്റ്സ് സെൻഡ് ചെയ്തത്. അപ്പോൾ പാക്കറ്റിനുള്ള ഫോർമാറ്റ് കൊടുത്തു, ദെൻ റൺ ചെയ്തു. ഓക്കെ, സോ ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്താ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക എങ്ങനെയാണ് ഈ സെറ്റ് ചെയ്യുന്നതെന്ന് ഉള്ളത്. ഓക്കെ, ശ്രീരാഗേ, വീണ്ടും ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ ഓടിച്ചു പോയതാണ്. ഇനി ഒരു പ്രോഗ്രാമും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഇങ്ങനെ പറയുന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒരു ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ പ്രശ്നം ഉണ്ടാവില്ല. എക്സാമിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. ഒരു ടോപ്പോളജി തന്നിട്ടുണ്ടാവും. ഇതുപോലെ ഒരു ടോപ്പോളജി പറയും. ആ ടോപ്പോളജിയിൽ ഏത് എന്താണ് TCP ആണോ UDP ആണോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് പറയും. അതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഈ ടോപ്പോളജിയിൽ നമ്പർ ഓഫ് നോഡ് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, അതിന് എന്താണ് ക്വസ്റ്റ്യൻ വായിക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ മൊഡ്യൂൾസ് വേണമെന്നുള്ളത് ചിന്തിക്കുക. ദെൻ അതിനുശേഷം ഇവിടെയൊക്കെ ഡയറക്റ്റ് IPv4 കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എന്താണ് റീഡ് ചെയ്ത് എടുക്കണമെന്നൊന്നുമില്ല. ഇവിടെ നിന്ന് IPv4 ഒന്നും ഇവിടെ നിന്നും നമ്മൾ കമാൻഡ് ലൈനിൽ നിന്ന് റീഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡയറക്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്യാം, ഇന്റർനെറ്റിന്റെ സാധനം ആഡ് ചെയ്യുന്നു. ഇത്രയും ചെയ്താൽ ഒരു നോഡായി. അപ്പോൾ ടോട്ടൽ എത്ര നോഡുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്തോളും. അത് നോഡ് കണ്ടെയ്നർ ചെയ്തോളും. പിന്നെ നമുക്ക് ഏത് ടോപ്പോളജിയാണ് വേണ്ടത്, ഓക്കെ, ചിലപ്പോൾ സ്റ്റാർ അല്ലെങ്കിൽ ലാൻ അങ്ങനെയുള്ള പല ടോപ്പോളജീസ് പറയും. അതിൽ ഇവിടെ പറയുന്നത് CSMA വെച്ചിട്ടുള്ള ഒരു കണക്ഷനാണ് ഉദ്ദേശിക്കുന്നത്, അത് പറയും. ദെൻ IP അഡ്രസ്സ് നമുക്ക് ഡയറക്റ്റ് ഓരോന്നിന് വേണ്ടിയിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ അതിനുശേഷം UDP സെർവർ സെറ്റ് ചെയ്തു, ക്ലയന്റ് സെറ്റ് ചെയ്തു. ലോജിക്ക് സെയിം തന്നെയാണ്. ജസ്റ്റ് ഇത് ഒരെണ്ണം കൂടെ പറയാം. ഞാനിത് ഇങ്ങനെ ജസ്റ്റ് നോക്കി വന്നതേ ഉള്ളൂ. ഓക്കെ, മതിയാവും. ഈ രണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും എന്നാണ് എൻ്റെ വിശ്വാസം. ലോജിക്ക് വരുമ്പോഴത്തേക്ക് ഇത് എന്താണ് നെറ്റ്വർക്കിൽ വരുമ്പോൾ കുറേ സാധനങ്ങൾ വരും. അതുകൊണ്ടാണ് ഇനിഷ്യലി ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ കണ്ടോ ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണിത്. രണ്ട് റൗട്ടർ ഉണ്ട്. റൗട്ടർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൗട്ടർ ഉപയോഗിക്കുന്നത്. അതറിയാലോ. അപ്പോൾ ഒരു നെറ്റ്വർക്കാണിത്, DHCPയുടെ ഒരു നെറ്റ്വർക്ക്. N0, N1, N2 എന്ന് പറയുന്ന ഇത്രയും നെറ്റ്വർക്ക് ഉണ്ട്. ഇതിന് ഇപ്പുറത്തേക്ക് ഒരു റൗട്ടർ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റൊരു നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്തിരിക്കുക. ഇവിടെ നോക്കിയാൽ അറിയാം, 172.30.0
14 അതിന്റെ ഒരു ഇത് സ്റ്റാറ്റിക് ഐ പി ആ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ 0 നെറ്റ്വർക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 നെറ്റ്വർക്കാണ്. ഇതാണ് 170.30.1.1ഉം 1.2 ആണ്. ഇത് വേറൊരു നെറ്റ്വർക്കാണ്, ഇത് വേറൊരു നെറ്റ്വർക്ക്. ആ രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത് R1 എന്ന് പറയുന്ന റൗട്ടറാണ്. ഇതുപോലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴെ കൊടുത്തേക്കുന്നത്. ഇതാണ് മാക്സിമം നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്ന മാക്സിമം എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോർ മൊഡ്യൂൾസ്, നെറ്റ്വർക്കിന്റെ മൊഡ്യൂൾസ്, ഇന്റർനെറ്റ് ആപ്പിന്റെ മൊഡ്യൂൾസ്, CSM മൊഡ്യൂള്, ഇന്റർനെറ്റ് എന്താണ് IP അഡ്രസ്സിനുള്ളത്, പോയിന്റ് ടു പോയിന്റ്. നേരത്തെ എന്താണ് CSMA ഉണ്ട്, അതുപോലെ തന്നെ പോയിന്റ് ടു പോയിന്റ് മൊഡ്യൂൾ ഉണ്ട്. ആപ്ലിക്കേഷൻ UDP ആണോ TCP ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും മൊഡ്യൂൾസ് ആഡ് ചെയ്തു. നെയിം സ്പേസ് സ്കോപ്പ് ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, DHCP എക്സാമ്പിൾ ആണ്. അതായത് DHCP എന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് പ്രോട്ടോകോൾ അല്ലേ, ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോകോൾ. അതിനുള്ള എക്സാമ്പിൾ ആണ് ഈ കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. താഴേക്ക് നോക്കാം. ദെൻ ഇത് ട്രേസിംഗ് ആണോ, രണ്ട് കമാൻഡ് ലൈനിൽ നിന്ന് 2 ഇൻപുട്ട് സ്വീകരിച്ചു, റീഡ് ചെയ്തു. ദെൻ അതിനുശേഷം DHCP സെർവറും ക്ലയന്റിനും വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദെൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റൗട്ടേഴ്സ് ആണ്. ഇത് ജസ്റ്റ് ലോഗ് മാത്രമേ ഉള്ളൂ, മുകളിൽ കിടക്കുന്ന ലോഗ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ദെൻ നമുക്ക് ആവശ്യമുള്ള എന്താണ് സ്റ്റോപ്പ് ടൈം, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് സ്റ്റോപ്പില്ലേ അത് 20 സെക്കൻഡ് ആണ് കൊടുത്തേക്കുന്നത്. ദെൻ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നോഡ് കണ്ടെയ്നർ നമുക്ക് എത്ര നോഡുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ, അകത്ത് 3 നോഡും ഇത് പുറത്തേക്കുള്ള അകത്തുള്ള 3 നോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. 2 റൗട്ടറും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഇതുണ്ടോ, ജസ്റ്റ് നോഡ് എന്ന് പറഞ്ഞ് നോഡ് ഡോട്ട് ക്രിയേറ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോഡ് കണ്ടെയ്നറിൽ നിന്ന് നോഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് 3 നോഡും 2 റൗട്ടേഴ്സും ക്രിയേറ്റ് ആവും. എന്നിട്ട് ഇവർ വെച്ചിട്ടുള്ള നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, നെറ്റ് നോഡ്സും കൊടുത്തു, റൗട്ടർ കൊടുത്തു. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തു. ദെൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ CSMA ഹെൽപ്പറിൽ നിന്ന് CSMA എടുത്തു. ആ ചാനലിന്റെ സൈസ് എന്ന് പറയുന്നത് 5 Mbps ആണ്. ഡിലേ എന്ന് പറയുന്നത് 2 മില്ലി സെക്കൻഡ് ആണ്. മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 1500. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആണെങ്കിൽ നോഡ് കണ്ടെയ്നറിനകത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാ, 3 പറഞ്ഞില്ലേ, വൈഫൈ ഉണ്ട്, പോയിന്റ് ടു പോയിന്റ് ഉണ്ട്, CSMA ഉണ്ട്. അതിൽ പോയിന്റ് ടു പോയിന്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നു, നോഡ് കണ്ടെയ്നറിൽ നിന്ന് നെറ്റ് ഡോട്ട് ഗെറ്റ് ഓഫ് 4 എന്ന് പറയുന്നത് നെറ്റ്വർക്കിലെ 4th എലമെന്റിൽ എന്ത് ചെയ്യാം, പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആണ്. Then that will be connected with 1. ഞാൻ നോക്കിയിട്ടില്ലേ ഈ കോഡ്. കണക്റ്റഡ് വിത്ത് 1. ഓക്കെ, പോയിന്റ് പോയിന്റ് കണക്ഷൻ എടുത്തു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അതിന്റെ പ്രോപ്പർട്ടീസ് ഡേറ്റ എന്താണ്, ബാൻഡ് വിഡ്ത്ത് 5 Mbps, ഡിലേ 2 മില്ലി സെക്കൻഡ് വെച്ചിട്ട് എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ദെൻ പോയിന്റ് ടു പോയിന്റ് ഇൻസ്റ്റാൾ ഏതൊക്കെ നോഡിന് കൊടുത്തു, നോഡ് 1-നാണ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ കൊടുത്തത്. ഓക്കെ, TCP IP ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്റർനെറ്റ് സ്റ്റാക്ക് ഹെൽപ്പ് നമ്മളിവിടെ നേരത്തെ
എന്തായിരുന്നു ചെയ്തേ? UDP ആയിരുന്നു നമ്മൾ എടുത്തത്. അതിന് പകരം TCP ആക്കി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. TCP/IP നോഡ്സിലും റൗട്ടറിലും ഇൻസ്റ്റാൾ ചെയ്തു. ദെൻ ഫസ്റ്റത്തെ ആളിനെ ഗെറ്റ് ചെയ്തിട്ട് അതിനകത്തേക്കും TCP/IP ഇൻസ്റ്റാൾ ചെയ്തു. ദെൻ പിന്നെ IP സെറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും IP സെറ്റ് ചെയ്യുമായിരിക്കും. ദെൻ അഡ്രസ്, അതാണ് IPയും സബ്നെറ്റ് മാസ്കും കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഓരോ ഡിവൈസസിനും P2P2 ഡിവൈസസ് ഇവിടെ ഉണ്ട്. അതിനകത്തേക്ക് എന്ത് ചെയ്തു, ഈ പറയുന്ന IP അഡ്രസ് കൊടുത്തു, റൗട്ടറിന്റെ ഇൻഫർമേഷൻ കൊടുത്തു, ദെൻ റൗട്ടറിന്റെ ഇൻഫർമേഷൻ, രണ്ട് റൗട്ടറിന്റെ ഇൻഫർമേഷൻ കൊടുത്തു. ദെൻ DHCP സർവർ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്നും നോക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 1-2 മാക്സിമം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് TCPയും UDPയും മാറ്റി കൊടുത്താൽ മതി. ബേസിക് നെറ്റ്വർക്കിനുള്ള അത്രയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവുന്നതാണ്. ഓക്കെ, ശ്രീരാഗേ, ഈ ടോപ്പോളജി ഇല്ലേ, ഇതിൽ നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് അതിന്റെ ബിൽഡ് ചെയ്യുന്നത് വരെ അറ്റ്ലീസ്റ്റ് 2 നോഡ് വെച്ചിട്ട് ബിൽഡ് ചെയ്യുന്നതെങ്കിലും പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവാനുള്ളത് ചെയ്യാൻ പറ്റും. ഒന്നും എഴുതാതെ പോയാൽ ഒന്നും രക്ഷ ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഇതിന്റെ തന്നെ UDPയും TCPയും ഇപ്പോൾ എന്താണ് 4 ടോപ്പോളജി അല്ല 4 നോഡും ഒക്കെ പറയുന്നുണ്ട്. അതിൽ UDP അല്ലെങ്കിൽ TCP ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 2 നോഡിന്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. ഇവിടെ UDPക്ക് പകരം TCP ക്ലയന്റ് ആണെങ്കിൽ TCP ഉള്ള സാധനം ചെയ്താൽ മതി. ഓക്കെ, അത്രയുള്ളതെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, വരിക. മെസ്സേജ് ചെയ്താൽ മതി. ഇംപ്ലിമെന്റേഷനും എല്ലാം ഉണ്ട്. സർ എന്നാവോ ഞങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവോ, ലാബ് എക്സാമിന്? ഞാനോ? ആക്ച്വലി ഞാനാണ് ഉണ്ടാവേണ്ടത് 24th. നാളെ ഞാൻ ഗോവയ്ക്ക് പോവുകയാണ്. ഞാൻ തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താണ് ഇഗ്നോയുടെ ഓഫീസിൽ നിന്നായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ തരും, നിങ്ങൾ അത് എഴുതിയിട്ട് പോയിക്കൊള്ളുക. ഇവാലുവേഷൻ ഞാൻ തന്നെ ആയിരിക്കും ചെയ്യുക. അങ്ങനെ അല്ല, അത് എനിക്ക് ഒഫീഷ്യലി പറയാൻ പറ്റുന്ന സാധനമല്ല ഇത്. അപ്പോൾ സാറ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ടീച്ചേഴ്സ് ഉണ്ടാവും, അവർ കളക്ട് ചെയ്തോളൂ. നിങ്ങൾ ഇത് ചെയ്തിട്ട് പോവാം. ബാക്കി ഇവാലുവേഷൻ നമുക്ക് നോക്കാം. ശ്രീരാഗെ, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് എന്ത് ചെയ്യാ, ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും ലാബില്. അറ്റ്ലീസ്റ്റ് എഴുതി കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോക്കാം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന കണ്ടന്റ് UDP TCP വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത് നോക്കിയിട്ട് വരാം. ഓക്കെ, വരയ്ക്കുമ്പോഴത്തേക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതിൽ നെറ്റ്വർക്ക് ടോപ്പോളജി തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും എന്താണ് ആൻസർ ഷീറ്റിലോട്ട് വരയ്ക്കുക. അല്ലെങ്കിൽ അതിനുശേഷം ഫോർ ഇംപ്ലിമെന്റിങ് സ്മാൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് ബാക്കി നിങ്ങളുടെ ഇംപ്ലിമെന്റേഷൻ പറയുക. TCP ആണോ UDP ആണോ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. IPയും അതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ വർഷം കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ആരും എഴുതിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാ ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്മാൾ ഡയഗ്രാം വരയ്ക്കുക. ആദ്യം ക്വസ്റ്റ്യനിലുള്ള ഡയഗ്രാം വരയ്ക്കുക. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്മാൾ ഡയഗ്രാം വരയ്ക്കുക. TCP ആണോ UDP ആണോ നോക്കുക.
എന്താണ് IP അഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള IP അഡ്രസ്സ് വേണം അസൈൻ ചെയ്യാൻ ഓരോ നോഡിനും. ഓക്കെ, ദെൻ പിന്നെ പിന്നെ അറിയാലോ, ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങളുടെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് ലെങ്തി ആയിട്ടുള്ള കോഡാണ്, മറ്റത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള. ഇതൊക്കെയാണ് മാക്സിമം ചോദിക്കട്ടോ, മാക്സിമം ഈ ലെവൽ വരെയൊക്കെ ചോദിക്കുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്ന 2 എണ്ണം വെച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കും ചോദിക്കുക, കാരണം ആദ്യത്തെ 4-5 ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ്. മാക്സിമം എന്ത് കേട്ടോ 3 നോഡൊക്കെ ഉള്ളതൊക്കെ ഉള്ളൂ. ഇവിടെ വയർലെസ് മൊബൈൽ അഡ്ഹോക്ക് നെറ്റ്വർക്കാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ടു പോയിന്റ് നമുക്ക് ഇത്രയേ ഉള്ളൂ, TCP UDP CSMA വെച്ചിട്ട് ചെയ്യാം, പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ചെയ്യാം. മൂന്നാമത്തെ വയർലെസ് ഇംപ്ലിമെന്റേഷൻ. ഈ 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, ആ 3 ക്വസ്റ്റ്യനാണ് ഈ പറയുന്ന സ്ഥലത്ത് കൊടുത്തേക്കുന്നത്. സർ ഈസി ആയിട്ട് ഇപ്പൊ സാർ കാണിച്ചു തന്നില്ല, അതിന്റെ ലിങ്ക് ശ്രീരാഗിനൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? പിന്നീടല്ലോ, ഇത് നിങ്ങളുടെ ഇതിനകത്തുള്ള കേട്ടോ, നിങ്ങളുടെ കോഴ്സ് മെറ്റീരിയലിനകത്ത് തന്നെ ഉള്ളത് തന്നെയാണിത്. പാസ്സാവുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം, വേറെ ഒന്നുമില്ല. പിന്നെ വേറെ ഗിറ്റ്ഹബിലുള്ള കോഡുകളും ഉണ്ട്. ഏതാ, ലാബ് ടു റിസോൾവ് സെയിം തന്നെയാണ്. ഇതിന്റെ TCP പാക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, TCPയും UDPയും ഇംപ്ലിമെന്റ് ചെയ്യാന്ന്. ഇതാണ് അതിന്റെ നെറ്റ്വർക്ക് ടോപ്പോളജി. 5 നോഡുണ്ട്. ഇത് അങ്ങനെയുള്ള, ഇത് വേറൊരു മെത്തേഡിൽ ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി എടുക്കുക, എന്ത് ചെയ്യുക, ChatGPT ഇല്ലേ, ChatGPT ഉള്ളപ്പോൾ പിന്നെ നമ്മൾ മേടിക്കാനല്ലോ. ഓക്കെ, സോ അപ്പോൾ ജസ്റ്റ് നിങ്ങളിങ്ങനെ ചെയ്തേക്കാം. ഒന്നും എഴുതാതെ പോയി കഴിഞ്ഞാൽ പാസ്സാവില്ല, പ്രത്യേകം പറയാം. 27ന് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ ലാബ് വരുന്നത്. ഏതാ 27ന് ഉണ്ടാവില്ല. ഞാൻ നാളെ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ സൺഡേ ആയിരിക്കും തിരിച്ചെത്തുക. ഗോവയ്ക്കുള്ള ട്രിപ്പാണ് പിള്ളേരെയും കൊണ്ട്. നാളെ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ സൺഡേ ആയിരിക്കും എത്തുക. മാക്സിമം ശ്രമിക്കാം. ഇപ്പൊ സംസാരിക്കുന്ന ആളുടെ പേരെന്താ? ഇതാരെ കരയുന്നോ പ്രിൻസി? ശരി, എന്തായാലും ഞാനിതൊന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, മൈൻഡിൽ വെച്ചിട്ട് അതിന്റെ പേര് തന്നെ UDP കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതാൻ പറ്റുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരിക. പാസ്സാവാൻ പറ്റുന്ന ഇത് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും SH ഉള്ളവരാണോ? വേറെ ആരെങ്കിലും എവിടെ നിന്നുണ്ടോ? തൃശ്ശൂരെന്ന്? അപ്പൊ നിങ്ങൾക്ക് തന്നെയല്ലേ ഞാൻ എടുത്തേ വെബ് ഡിസൈൻ? ഓ, ഇപ്പോൾ ഉള്ളവർക്ക് ഞാൻ സിലബസ് എന്താണ് ലാബ് റെക്കോർഡും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളവർക്ക് ഇതിനും ലാബ് റെക്കോർഡ്. അതെ, ഞാനൊരു ആളുടെ നമ്പർ തരാം. അതിന്റെ ഗ്രൂപ്പിൽ എന്താണ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാൾ. അയാളുടെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്
ചെയ്യാൻ പറ്റും. ഇപ്പൊ 2 റെക്കോർഡും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ലാബ് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ലാബ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ലാബിൽ റെക്കോർഡിന് മാർക്ക് ഇടാൻ പറ്റും. നിനക്ക് ബാക്കി കണ്ടെത്തിയാൽ മതിയല്ലോ വാസവൻ. മനസ്സിലായോ? ഒറ്റ ഒറ്റ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാം എടുത്തു. പ്രിന്റ് എടുത്ത്, അതായത് പ്രിന്റ് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പൊ ഈ പറയുന്ന പ്രോഗ്രാം എടുത്തു. ഞാനിപ്പോ ഒരെണ്ണം തന്നില്ലേ, അതിനകത്ത് തന്നെ ട്രേസ് ക്ലയന്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ടി സി പിയുടേതും ഇവിടെ കിടപ്പുണ്ട്, NS3-യുടെ. അല്ലെങ്കിൽ ബൾക്ക് സെന്റ്. നെയിം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ നെയിം ജംഷിയ എന്നാണേ. പെട്ടെന്ന് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. റീകണക്റ്റും ചെയ്തായിരുന്നു. എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുണ്ടോ, ഇത് സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരെണ്ണമാണ്, TCP വെച്ചിട്ടുള്ള. ഞാനിതാണ് ഇപ്പൊ പറഞ്ഞത്. TCP-യിൽ പോയിന്റ് വെച്ചിട്ടാണ്, CSMA അല്ല, പോയിന്റ്. അപ്പൊ ഈ പറയുന്ന സാധനമാണ് നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റത്തേൽ കൊടുത്തിരിക്കുന്നത്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്ത് ചെയ്താൽ മതി, സെയിം മെത്തേഡ് തന്നെയാണ്. ബൂളിയൻ വാല്യൂസ് എടുക്കുന്നു, കമാൻഡ് ലൈനിൽ നിന്ന് നമുക്ക് 2 വാല്യൂ റിസീവ് ചെയ്യുന്നു. ട്രേസിംഗ് ആണോ ഇതൊന്നോ, മാക്സിമം ബൈറ്റ്. പിന്നെ എന്ത് ചെയ്യുന്നു, ലോഗ്. സെയിം സാധനം ഇതുണ്ടോ, നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ചാനലിന്റെ ഇൻഫർമേഷൻ. ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. അവിടെ CSMA-ക്ക് പകരം ഇവിടെ എന്ത് ചെയ്തു, പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആയി. അപ്പോൾ പോയിന്റ് ടു പോയിന്റ് കണക്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡേറ്റ റേറ്റും ഡിലേയും മാത്രം കൊടുത്താൽ മതി. കണ്ടോ, അതായത് ബാൻഡ് വിഡ്ത്തും ഒരു പാക്കറ്റ് സെൻഡ് ചെയ്തിട്ട് എത്രയാണ് നെക്സ്റ്റ് ഡിലേ വരുന്നത്, അത് വെച്ചിട്ട് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു, നെറ്റ് ഡിവൈസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള എല്ലാം സെയിം തന്നെയാണ്. ഇന്റർനെറ്റ് ആഡ് ചെയ്യുന്നതും, അതായത് ഇന്റർനെറ്റ് മൊഡ്യൂൾ നോഡ്സിലേക്ക് ആഡ് ചെയ്യുന്നതും, പിന്നെ IPv4 അസൈൻ ചെയ്യുന്നതും. ഉണ്ടോ, IPv4 അസൈൻ ചെയ്തു. പിന്നെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ എന്തായിരുന്നു, UDP അല്ലേ, ഇവിടെ TCP ആയിരിക്കും. ഒരെണ്ണം നോഡ് 0 ബൾക്ക് സെൻഡ് ആപ്ലിക്കേഷൻ ആണ്. അതായത് ഒരാൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നു, ബൾക്കായിട്ട് ഡേറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതിന്റെ സോഴ്സ് ആരാ, ഇതിപ്പോ 0-ഉം 1-ഉം ഉണ്ട്. അപ്പൊ 0-ൽ നിന്ന് 1-ലേക്കായിരിക്കും സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1-ൽ നിന്ന് 0-ലേക്ക്. അതിന്റെ പോർട്ട് നമ്പർ സെറ്റ് ചെയ്തു, ഒരിടത്ത് സെറ്റ് ചെയ്തു. പിന്നെ എന്താണ്, സോഴ്സ് ഡോട്ട്, ഇത്രയും അതിന്റെ സ്റ്റാർട്ടും സ്റ്റോപ്പും ഉൾപ്പെടെ. അതായത് മാക്സിമം നമ്പർ ഓഫ്, ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തത് അല്ലെ. സോഴ്സിന്റെ ആട്രിബ്യൂട്ട് എന്തൊക്കെയാണ്, മാക്സിമം ലെങ്തും. ഇപ്പൊ രണ്ടുപേരെയും ചെയ്തു, സോഴ്സും ഡെസ്റ്റിനേഷനും ആണിത്. ഒരാൾ സോഴ്സ് ഡോട്ട് 1, ഗെറ്റ് അഡ്രസ് ഓഫ് 1 എന്ന് പറയുന്നത് സോഴ്സും, അത് അഡ്രസ് എടുത്തതാ, അഡ്രസ്സും നോഡിനും സെറ്റ് ചെയ്തു. അയാൾ സ്റ്റാർട്ട് ആവുന്നത് 0-ലും ക്ലോസ് ആവുന്നത് 10th സെക്കൻഡിലും. ഇനി അടുത്ത നോഡ് 1-ലാണ് അടുത്ത സെറ്റ് ചെയ്യുന്നത്. IP അഡ്രസ് എനി അഡ്രസ് ആണ് എടുത്തേക്കുന്നത്. പോർട്ട് നമ്പർ കൊടുത്തു. ഇത് സിങ്ക്. ഓക്കെ, സോഴ്സ് മറ്റേതായിരുന്നു, 0 ആയിരുന്നു സോഴ്സ്. അത് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതാണ് സിങ്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അത് 0-ൽ സ്റ്റാർട്ട് ചെയ്ത് 10-ൽ സ്റ്റാർട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ബാക്കി എന്താണ്, ബൾക്ക് സെൻഡ് ചെയ്യുന്നത്, ട്രേസിങ് ഡേറ്റയാണത്. ആസ്കി വാല്യൂസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഈ പറയുന്ന സിമുലേഷൻ എന്താണ്, സ്റ്റാർട്ട് സ്റ്റോപ്പും
ഡിസ്ട്രോയ്. ഇത്രേ ഉള്ളൂ. സോ അതേ ഇത് തന്നെയാണ്. അപ്പോൾ ഒരു പ്രോഗ്രാം അതെടുത്തോ, ഒരു പ്രോഗ്രാം ഇതെടുത്തോ. ഗിറ്റ് വേണ്ട, ഇതെടുത്താൽ മതി. ആ അത് വലിയ പ്രോഗ്രാമാണ്. ഇപ്പൊ എടുക്കേണ്ടത് ഞാൻ കാണിച്ചതല്ലേ, സിമ്പിൾ ആയിട്ടുള്ള 2 പ്രോഗ്രാമാണ് ഇത്. കണ്ടോ, നെറ്റ്വർക്ക് ടോപ്പോളജി. എടുക്കേണ്ടത് ഇങ്ങനെയാണ്. സൈഡില് മെയിലിൽ പോവുക, അല്ല മൊത്തത്തിൽ ക്ലിക്ക് ചെയ്തായി, എന്നിട്ട് ഇവിടെ ഗോ ടു സോഴ്സ് കോഡ് എടുത്താൽ മതി. ഇപ്പൊ 2 ആയി. ഇനി UDPയുടെ ക്ലയന്റ് സെർവറാണ് നമ്മളിപ്പോൾ ചെയ്തത്. UDPയുടെ തന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എക്കോ, ഇതും സിമ്പിളാണ്. 4 നോഡ് വെച്ചിട്ടുള്ളത്, CSMA വെച്ച്. നിങ്ങൾക്ക് മറ്റത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 നോഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താ ചെയ്തു, 4 നോഡുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാ? ഇവിടെയും നമുക്ക് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾസ് ഇതെല്ലാത്തിലും പോകണം. ഇതെടുത്തു, അതിന്റെ ജസ്റ്റ് അതിന്റെ ലോഗ് ഇട്ടു. ഇതാണ് IPv6 ആണോ 4 ആണോ എന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് ലൈനിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്തു. പിന്നെ നോഡ് ക്രിയേറ്റ് ചെയ്തു. കോമൺ സ്റ്റെപ്പ്, നോഡും ഇന്റർനെറ്റും ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം എന്താണ്, ചാനൽ സെറ്റ് ചെയ്തു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് CSMA ആണ്. അപ്പൊ അതിന്റെ ചാനൽ സെറ്റ് ചെയ്തു. പിന്നെ IP അഡ്രസ് സെറ്റ് ചെയ്യുന്നു. ഇത് റേഞ്ച്, ഇത് ഇത്രയും IPv4 കൊടുത്തു. പിന്നെന്താ, UDP എക്കോ സെർവറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെർവർ സെറ്റ് ചെയ്തു. സെർവറിൽ നിന്ന് ഒരു സെർവർ സെറ്റ് ചെയ്തു. ക്ലയൻസിന്റെ ഇൻഫർമേഷൻ ഇത് ഇത്രയും സെയിം ആണ്. അവിടത്തേതിന് അതേപടി തന്നെയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. പകരം 4 ആൾക്കാരുണ്ടെന്ന് മാത്രം. ഇനി എക്കോ പാക്കറ്റ്സ് എന്താണ്, വിത്ത് ആക്ച്വൽ ഡേറ്റ. ഇതാണ് എക്കോ ചെയ്യുന്നത്. ഹലോ വേൾഡ് എന്നുള്ളതാണ് എക്കോ ചെയ്ത് കൊടുക്കുന്നത്. ആപ്സ് ഏതാ, ആപ്സ് ക്ലയന്റ് ആണോ? അതെ, ആപ്സ് ക്ലയന്റ്. ക്ലയന്റിന് എക്കോ ചെയ്ത് കൊടുക്കുന്നത് ഇതല്ല. അത്രേ ഉള്ളൂ, കഴിയും. കേട്ടൂടാ, വൈവ ഉണ്ടാകേണ്ടതാണ്. നെറ്റ്വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. IPv4ഉം IPv6ഉം അത് തമ്മിലുള്ള ഡിഫറൻസും അങ്ങനെയുള്ള സബ്നെറ്റ് മാസ്ക് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ചോദിക്കുക. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോർമലി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് എന്താണ് ISO ലേയേഴ്സിന്റെയും അതിന്റെ ഓരോന്നും പോർട്ട് നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാനാണെങ്കിൽ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഈ ഒരു ഇതിനകത്ത്. പിന്നെ ടോപ്പോളജീസ് ഏതൊക്കെയുണ്ട് എന്നാണ്, അതിന്റെ ഡിഫറൻസ് എന്താണ്, ലാൻ എന്താണ്, വാൻ എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്റെ സൈഡിൽ നിന്നാണെങ്കിൽ ഉണ്ടാവുക. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ IP അഡ്രസ്സിനെ കുറിച്ച് ഞാനാണെങ്കിൽ ചോദിക്കും. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ബാക്കി. പിന്നെ ISO ലേയേഴ്സിനെ കുറിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, TCPയും UDPയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഞാനാണെങ്കിൽ ചോദിക്കുക. പക്ഷെ എന്തായാലും ഞാനുണ്ടാവില്ല. അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചിട്ട് വരാം, ഇല്ലെങ്കിൽ പാടായിരിക്കും. ഓക്കെ, 5 ക്വസ്റ്റ്യൻ ഞാനിപ്പോ തന്നെ 4 ക്വസ്റ്റ്യൻ കാണിച്ചു അല്ലേ? കേട്ടില്ല, സൗണ്ട് ലോ ആണ്. കേട്ടില്ല, കേട്ടൂടാ. UDP ക്ലയന്റ് UDP സെർവറിന്റെ പാക്കറ്റ്സ് ഡാറ്റ സെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് പറഞ്ഞില്ലേ സാർ? അത് ഒരെണ്ണം ഏകദേശം നോക്കിയിട്ട് വന്നാൽ അത് തന്നെ ആയിരിക്കും, ബാക്കിയുള്ളൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി എഴുതാൻ പറ്റുന്നതാണോ? എനിക്ക് മൊത്തത്തിൽ ക്ലിയർ ആവുന്നില്ല. എന്നാലും എനിക്ക് മനസ്സിലാവുന്ന എന്താണ്, അത് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പാസ്സാവും എന്നുള്ളതല്ലേ.
എനിക്ക് സൗണ്ട് കുറവായിരുന്നു. ഒരു UDP പ്രോഗ്രാം ഒരു TCP പ്രോഗ്രാം പഠിച്ചെന്നാ പാസ്സാവും, ഷുവറാണ്. കാരണം TCP അല്ലെങ്കിൽ UDP വെച്ചിട്ടേ ഇംപ്ലിമെന്റേഷൻ നടക്കുകയുള്ളൂ. ഒന്ന് കണക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വേണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് കണക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാനിപ്പോൾ എടുത്തത്. അതായത് CSMA-യും മറ്റൊന്ന് പോയിന്റ് ടു പോയിന്റും മൂന്നാമത്തെ വയർലെസ്സും ആണ്. ഇത് കണ്ടോ സൈഡിൽ വയർലെസ് നെറ്റ്വർക്ക്. അതായത് എന്താണ് ഇതിന്റെ എന്താണ് ചാനൽ എന്ന് പറയുന്ന 3 ടൈപ്പാണ്. ഒന്ന് പോയിന്റ് ടു പോയിന്റും, ഒന്ന് CSMA-യും, മൂന്നാമത്തെ വൈഫൈ ആണ്. ഇവിടുത്തെ ഇതാണ് മൂന്നാമത്തെ വൈഫൈ. 3 നോഡുണ്ട്. അവർ തമ്മിൽ AP എന്ന് പറയുന്നത് ആക്സസ് പോയിന്റ് ഇതാണ്. അതിന്റെ ഇതാ കൊടുത്തേക്കുന്നത്. ഈ ഒരു നെറ്റ്വർക്കാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഓക്കെ, അവിടെയും സെയിം രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. നെയിം സ്പേസ് ചെയ്തു, പൊസിഷൻസ് ഓഫ് ദ നോഡ്. അതായത് നമ്മുടെ സിമുലേഷൻ ആകുമ്പോഴത്തേക്ക് ഈ നോഡ് ഫിക്സ് ചെയ്യുന്ന ലൊക്കേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് പൊസിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, 3 സെറ്റ് ചെയ്തു. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ആർഗ്യുമെന്റ് എടുത്തു. വ്യത്യാസം വൈഫൈയുടെ വ്യത്യാസം മാത്രമായിരിക്കും ഉണ്ടാവുക. ഇവിടെ 3 നോഡായതുകൊണ്ടാണ് i = 2 വരെ, 0 മുതൽ 2 വരെ. ഓക്കെ, 0, 1, 2. ഓക്കെ, 3 മൊഡ്യൂൾ ഉണ്ടാവും. പിന്നെ അതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ അത് ക്രിയേറ്റ് ചെയ്തു. ശ്രീരാഗിന് അയച്ചു കൊടുത്ത ലിങ്കിലുള്ള UDP-യുടെയും TCP-യുടെയും ആ പ്രോഗ്രാംസ് പഠിച്ചാൽ മതിയില്ലേ? പ്രോഗ്രാമിംഗ് കോഡ്. അതെ, അത് ഈ സൈഡിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. കിട്ടാൻ പാടാണ്. സാറേ, ഈ കോഡ് നമ്മൾ ഫുൾ ആയിട്ടും പഠിക്കണോ? ഫ്രം ദ ബിഗിനിങ് വിത്ത് കംപ്ലീറ്റ് കോഡ് എഴുതണോ? ആക്ച്വലി അതിൽ നമ്പർ ഓഫ് ലൈൻസ് വളരെ കുറവാണ്. അതിനകത്ത് കമന്റ്സ് ആണ് മുഴുവനും. ഇത് കണ്ടോ, ഇപ്പൊ TCP എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ TCP എക്സാമ്പിൾ സ്റ്റാർ ആണോ? ഞാൻ ഏതാ എടുത്തേ? UDP ആയിരുന്നു അല്ലേ? UDP-യുടെ ക്ലയന്റ് സെർവർ. മൊത്തത്തിൽ എത്ര ലൈൻ ഉണ്ട്? 120 ഉണ്ടെങ്കിലും അതിന്റെ പകുതി കൂടുതലും ബ്ലാങ്ക് ആണ്. ബ്ലാങ്കും കമന്റ്സും ആണ്. നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഇത് ലോജിക്ക് ഉപയോഗിച്ചിട്ട് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതിനാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. എന്താണ് ഇത്? ആർഗ്യുമെന്റ് ക്ലയന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് എന്താണ് കമാൻഡ് ലൈനിൽ നിന്ന് കണക്ട് ചെയ്യുന്നു. പിന്നെ അതായത് അവിടെ IPv4 ആണോ IPv6 ആണോ വേണ്ടത് എന്നുള്ളതാണ് അവിടുത്തെ കമാൻഡ് ലൈനിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ നമ്മൾ 2 നോഡാണുള്ളത്. ആ 2 നോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് ഇത്രയേ ഉള്ളൂ. കോഡ് നോഡ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ചാനൽ സെറ്റ് ചെയ്യുമ്പോഴാണ് വ്യത്യാസം. ചാനൽ സെറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഡിഫറൻസ്. പിന്നെ TCP ആണോ UDP ആണോ വരുന്നത്, അവിടെയാണ് ഒരു ഡിഫറൻസ് വരുന്നത്. ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് CSMA ആണെങ്കിൽ ഇത് തന്നെയാണ് എല്ലായിടത്തെയും കോഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തെയും കോഡ്, ചാനൽ സെറ്റ് ചെയ്യാൻ. പിന്നെ IP അഡ്രസ് സെറ്റ് ചെയ്യാനുള്ള കോഡും ഇത് തന്നെയാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഇവിടെ അത് IP സെറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ IPv4 നമ്മൾ കമാൻഡ് ലൈനിൽ നിന്ന് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് ഈ പറയുന്ന ഓരോരുത്തർക്കും IP നമുക്ക് ഡയറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഗെറ്റ് ഓഫ് 1ഉം ഗെറ്റ് ഓഫ് 0 ആണുള്ളത്. രണ്ടുപേർക്ക് നമുക്ക് ഇൻഡിവിജ്വലി IP ഈ പറയുന്ന കോഡ് മാത്രം ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം, മാനുവലി സെറ്റ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? ഇഫ് V6 ആണോ V4 ആണോ എന്നൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ഇത്രയും കോഡ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? IPv4 സെറ്റ് ചെയ്യാം. ഇവിടെ ഗെറ്റ് 1ഉം ഗെറ്റ് 0യും മാത്രം മാറ്റി കൊടുത്താൽ മതി. മനസ്സിലായോ? പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഏതാണ് UDP ആണോ എന്താണ് TCP ആണോ എന്നുള്ളത്. ആദ്യം നമ്പർ ഓഫ് നോഡ്സ് സെറ്റ് ചെയ്തു, ചാനൽ സെറ്റ് ചെയ്തു, പിന്നെ IP സെറ്റ് ചെയ്തു, പിന്നെ ഉള്ളത് TCP ആണോ UDP ആണോ എന്നുള്ളത്.
UDP ആണെങ്കിൽ സെർവർ സെറ്റ് ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ. പോർട്ട് നമ്പറും ആർക്കാണ് ഏത് നോഡിനെയാണ് സെർവറായിട്ട് സെറ്റ് ചെയ്യുന്നത് അത് ഇത്രയേ ഉള്ളൂ. 1നെയാണ് സെർവറായിട്ട് സെറ്റ് ചെയ്യുന്നത്. ആ സെർവറിൽ പോർട്ട് നമ്പർ കൂടെ പറഞ്ഞു. പിന്നെ ഒരു പാക്കറ്റിന്റെ ഒരു UDP പാക്കറ്റിന്റെ കോമൺ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഈ പറയുന്നത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയും പോർഷൻ പാക്കറ്റിന്റെ സൈസും എത്ര ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്യണം, എത്ര നമ്പർ ഓഫ് പാക്കറ്റ്സ് സെൻഡ് ചെയ്യണം. ഇനി ക്ലയന്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, എന്താണ് പാക്കറ്റ്, ക്ലയന്റ് ആണ് പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ അവിടത്തേക്ക് എന്ത് ചെയ്തു, ക്ലയന്റിന് എന്ത് ചെയ്തു, ആവശ്യമായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് കൂടെ സെറ്റ് ചെയ്തു, കഴിഞ്ഞു. അപ്പൊ അത് ലോജിക്കലി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, റിലേറ്റ് ചെയ്യുക, എന്നിട്ട് ആ കോഡുകൾ കാണാതെ പഠിക്കാം. ഓക്കെ ഓക്കെ സർ. ശ്രീരാഗേ, ഈ സൈഡിലെ ഇത്രയും കാര്യങ്ങൾ എടുത്തോ. നിങ്ങള് 5 ലാബിന്റെ റെക്കോർഡിന് കിട്ടും. ബാക്കി പാസ്സാവാൻ ബാക്കി നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് റെക്കോർഡ് പ്രിന്റ് എടുത്ത് വരാൻ പറയുന്നത്. ഞാനൊരു കുട്ടിയുടെ നമ്പർ അയച്ചു തരാം. അവർ ഇതെല്ലാം ചെയ്തവരാണ്. ഒരുവിധം ഫോർമാറ്റ്. അതെ ഫസ്റ്റ് ഇയറിലുള്ള. ഫസ്റ്റ് ഇയറിലെ. ഇപ്പൊ ഫസ്റ്റ് സെം ആണ് അവർക്ക് നടക്കുന്നത്. ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. ഒന്ന് നോട്ട് ചെയ്യോ. ഒന്ന് UDP എക്കോ സെർവർ എക്കോ, മറ്റൊന്ന് UDP ക്ലയന്റ് സെർവർ. അടുത്തത് TCP ക്ലയന്റ് സെർവർ ഉണ്ടോ? TCP ക്ലയന്റ് സെർവർ ഇല്ല. TCPയുടെ ബൾക്ക് ട്രാൻസ്ഫർ, ബൾക്ക് സെൻഡ്. കുറച്ച് മുന്നേ ഞാൻ TCPയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം എടുത്തില്ലായിരുന്നു, 4 നോഡുള്ളത്. സ്റ്റാർ ഞാൻ എടുത്തില്ലേ, 4 ഉള്ളത്. പിന്നെ ഇതും കൂടെ നിങ്ങൾക്ക് വേണ്ടതാണ് യഥാർത്ഥത്തിൽ, വൈഫൈയുടെ അത്യാവശ്യം ഉണ്ടത്. TCPയുടെ ഒരെണ്ണം കൂടി വേണമല്ലോ സാറേ. TCPയുടെ അതാണ് ഞാൻ 4 ഉള്ള ഒരെണ്ണം, ഒരു റോയിൽ 4 ഉള്ളത് നേരത്തെ എടുത്തു. ഇതല്ല, ഇത് 3 നോഡുകൾ 2 ചാനൽ സെറ്റ് ചെയ്യുന്നത്. ഇതാണ്. നാല് നോഡുകൾ വിത്ത് CS എന്നാണോ? ഇത്
ഇതല്ലോ നല്ല ലൈൻത്തുള്ള പ്രോഗ്രാം അല്ലേ? അത്യാവശ്യം ഉണ്ട്. ഇത് കുറച്ച് ടൈം എടുത്ത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കി പഠിച്ചാലേ മനസ്സിലിരിക്കുള്ളൂ. അതറിയില്ല. കഴിഞ്ഞ തവണയും ഇതുപോലെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഒരു പ്രോഗ്രാം കണ്ടാണ് ഞാൻ ചെയ്യിപ്പിച്ചത്. 2 ലാബും കണ്ടെടുത്തു. രാവിലെയും വൈകിട്ടും കൂടെ ചേർന്നിട്ട് രാവിലെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു, വൈകിട്ട് ചെയ്യിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഈ പ്രോഗ്രാം അവരെ കൊണ്ട് ടൈപ്പ് ചെയ്ത് ചെയ്യിപ്പിച്ചായിരുന്നു. ഓക്കെ, എനിവേ ഏതെങ്കിലും ഒരെണ്ണം കൂടെ എടുത്തോട്ടാ. പോരാ. ശ്രീരാഗ് ഏതെങ്കിലും രണ്ട് TCPയും 2 UDPയും ആ വൈഫൈയും കൂടെ എടുത്തോ. അത് വെച്ചിട്ട് 5 പ്രോഗ്രാം ആക്കി സബ്മിറ്റ് ചെയ്തോ. ഓക്കെ, മാക്സിമം പഠിച്ചിട്ട് വരൂ. ബാക്കിയുള്ള എല്ലാം പാസ്സാവാം. അടുത്ത ദിവസം ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir.